നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ശ്രീഭദ്രേ ഭദ്രകാളി, മഹാദേവ സർവേശ്വര, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മനസ്സിൽ വളരെ സന്തോഷം. പുണ്യമായിട്ടുള്ള തൃപ്പൂണിത്തുറയുടെ ഈ ഭൂമിയിൽ വീണ്ടും വരാൻ സാധിച്ചാൽ, കഴിഞ്ഞ വർഷം ഇവിടെ കോടംകുളങ്ങര ശാസ്താക്ഷേത്രത്തിൽ ഇതേപോലെ രാമായണ മാസത്തിൽ, ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ പൊതുപ്രഭാഷണങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഏറ്റവും ആസ്വദിച്ച് ചെയ്ത പ്രഭാഷണങ്ങളൊന്നായിരുന്നു. കാരണം അവിടെ ഞാൻ 1.5 മണിക്കൂർ ഹനുമാൻ്റെ ചാട്ടം മാത്രമാണ് പറഞ്ഞത്. സുന്ദരകാന്ഡം പറയാനാണ് വന്നത്, പക്ഷേ അവസാനമായത് ചാട്ടം മാത്രം 1.5 മണിക്കൂർ വർണ്ണിക്കേണ്ട ഒരിതാണ് സ്വാമി അന്ന് അവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നാളെ തൊട്ടിപ്പോൾ TDM ഹാളിൽ ഗരുഡപുരാണം 10 ദിവസം വൈകുന്നേരങ്ങൾ 2 മണിക്കൂർ വെച്ചിട്ട് അങ്ങനൊരു നിയോഗം വന്നപ്പോൾ കൃത്യമായിട്ട് ഇന്ന് ഈ ഭഗവതി ഇവിടേക്ക് വിളിച്ചു വരുത്തി. രാമായണ മാസത്തിൻ്റെ 1ാമത്തെ ദിവസമാണ്. അപ്പോൾ ധാരാളം മികച്ച പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നുണ്ട്. നല്ല നല്ല വിഷയങ്ങളാണ്. ഞാനിപ്പോഴാണ് ബോർഡ് ശ്രദ്ധിച്ചത്. വാസ്തവത്തിൽ ഈവൺ അക്കാഡമിക്കലി പോലും വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണത്. ഒരു ചെറിയ ഒരു സദസ്സിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട വിഷയങ്ങളല്ല ശരിക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു എളിയ അറിവ് വെച്ചിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 1ാമത്തെ ദിവസം ഇത് എന്താ വേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ, പൊതുവിൽ ഞാൻ പല സ്ഥലത്തും എൻ്റെ സ്ഥിരം പ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം, ഒരു സ്ഥലത്ത് പറഞ്ഞത് വേറൊരു സ്ഥലത്ത് ആവർത്തിക്കാറില്ല. ആശയങ്ങൾ ആവർത്തിക്കും, അത് നമ്മൾ ഗൃഹസ്ഥർക്ക് വേണം എന്ന് നിർബന്ധമുള്ള കാര്യങ്ങൾ. കാരണം വളരെ ഉയർന്ന ഉപാസകർക്കോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ കഴിയുന്നതും പൊതുവേദികളിൽ പറയാറ്. എല്ലാം നമ്മൾ ഗൃഹസ്ഥർക്ക് വേണ്ടിയിട്ടാണ്. ഞാനും ഒരു ഗൃഹസ്ഥൻ, നിങ്ങളും ഒരു ഗൃഹസ്ഥൻ. അപ്പോൾ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഗുരുവായൂരപ്പൻ പല കാലങ്ങളിൽ അവസരം തന്നിട്ടുണ്ട്. തലനാരഴ കീറിയിട്ട് നമുക്കറിയുന്ന പോലെ പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാം ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഒക്കെ യൂട്യൂബ് കിടപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള, വിചിത്രമായിട്ടുള്ള എന്ന് തന്നെ പറയാം, പുതിയ ഉൾക്കാഴ്ചകൾ തരുന്ന ടോപ്പിക്കുകൾ മുഴുവൻ ഈ എറണാകുളത്തിൻ്റെ ഭൂമിയിലാണ് പറയാനുള്ള യോഗം ഉണ്ടായത് എനിക്ക്. അത് ആദ്യം എറണാകുളത്തപ്പൻ തന്നെയാണ് അതിന് കാരണമായത്. എറണാകുളത്തപ്പൻ 4 കൊല്ലം മുമ്പ് രാമായണത്തിലെ മഹാദേവൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് എറണാകുളം ശിവക്ഷേത്രത്തിൽ പറഞ്ഞത്. പെട്ടെന്ന് ആരും ചിന്തിക്കില്ല ശിവൻ എന്താണ് രാമായണത്തിൽ റോള്. മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ സൂക്ഷ്മമായിട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ശിവൻ്റെ കഥയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്. അതിനുശേഷം രാമായണത്തിലെ ദേവിയുടെ സങ്കല്പം പറഞ്ഞു, സീതയുടെ കാളീഭാവം പറഞ്ഞു. പാലക്കാട്ടുള്ളൊരു കാളീക്ഷേത്രത്തിലാണ് ഉണ്ടായത് സീതയുടെ കാളീഭാവം. വളരെ വിചിത്രമായിട്ടുള്ളൊരു ഭാവം. അപ്പം അങ്ങനെ വളരെ മനസ്സിന് തൃപ്തി തരുന്ന അനവധി പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എപ്പോഴും ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ടിട്ട് ശ്രദ്ധിച്ചു വരുന്നൊരു കാര്യം, ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഇന്നൊരു വ്യക്തി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്ന കണ്ടു. അതൊരു അച്ചടിച്ച മാധ്യമത്തിലാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ എല്ലാവരും ഒന്നും രാമായണം വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. എന്ത് ചെയ്തിരുന്നില്ല എന്നുള്ളതിൻ്റെ കണക്കെടുപ്പല്ലല്ലോ ആവശ്യം. നമ്മൾ എന്ത് നല്ലത് ചെയ്യാൻ തുടങ്ങി എന്ന് നോക്കുന്നതിന് പകരം ഈ ജനത എങ്ങനെയൊക്കെയോ ഒന്ന് ഒറ്റക്കെട്ടായിട്ട് വരണമെന്ന് കാണുമ്പോൾ അതിനെ തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്നൊരു പുതിയ പ്രവണത നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മളിൽ പല ആൾക്കാരും വളരെ സാധാരണ മനുഷ്യരാണ്.
പ്രാരബ്ധങ്ങളുള്ളവരാണ്, ജീവിതത്തിൻ്റെ ഓട്ടത്തിലുള്ളവരാണ്. നഗരപ്രദേശമാണെങ്കിലും ഗ്രാമപ്രദേശത്താണെങ്കിലും അതിൻ്റേതായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളുള്ളവരാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് തന്നെ ഇന്ന് ഫൗണ്ടേഷൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം. നമ്മുടെ മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും മര്യാദയ്ക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റാത്ത, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ കോർ പ്രോബ്ലം നമുക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഉറപ്പില്ല ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമുക്ക് വേറൊരാൾക്ക് ഉറപ്പുണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ അതറിയില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ തന്നെ ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞ ആൾക്കാരാണ്. ജീവിതത്തിലെ പല അനുഭവങ്ങൾ നമുക്കുണ്ട്. വരും വരായികളെക്കുറിച്ചുള്ള ചിന്ത ചെറുപ്പക്കാരെക്കാട്ടിലും കൂടുതൽ നമുക്ക് കൂടും. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ചിലത് നടക്കാം, ചിലത് നടക്കില്ല. ചിലർ ഇനിയിപ്പോൾ റിട്ടയർഡ് ലൈഫാണ്, വയസ്സുകാലമായി, അതുകൊണ്ട് കുറച്ച് നാമം ജപിക്കാം, അങ്ങനെ കരുതിയിട്ടോ. അങ്ങനെയൊക്കെ ഉള്ള ഓഡിയൻസാണ് നമുക്ക് എവിടെ ചെന്നാലും കിട്ടുന്നത്. ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും, പല സ്ഥലം എന്നല്ല എല്ലാ സ്ഥലത്തും ഒരു ഓഡിയോ റെക്കോർഡെങ്കിലും ഞാൻ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതാത് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പ്രധാനമായിട്ട് കേൾക്കാനുണ്ടാവുക ആ ക്ഷേത്രത്തിലെ ദേവതയാണ്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അമ്മ എന്താ ഇത് കേട്ടിട്ടെന്ന് ചോദിക്കും, പക്ഷെ അമ്മയാണ് കേൾക്കണം. നിങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലിരുന്നും വിഗ്രഹത്തിലിരുന്നും ചൈതന്യമായിട്ടും ആ ദേവിയാണ് കേൾക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ശ്രോതാവ് അമ്മയാണ്. പക്ഷേ നമ്മളിത് രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതോ ഒരാൾക്ക് കിട്ടേണ്ട ചില സാധനങ്ങൾ ഗുരുവായൂരപ്പൻ അറിയാണ്ട് നമ്മുടെ വായിൽ വെച്ച് തരും. അതുകൊണ്ട് എനിക്ക് പോലും കൂടണ്ടാവില്ല. പക്ഷെ ആ ആളുടെ മനസ്സിൽ കാലങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുടെ എന്തോ ഒരു ഉത്തരമായിരിക്കും അതിലുണ്ടാവുക. അതുപോലെ ഇത് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ നാളെ ഇനി ഇത് എത്ര പേര് കാണും അല്ലെങ്കിൽ കേൾക്കും നമുക്കറിയില്ല. അതിൻ്റെ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് കേൾക്കാനുള്ള ആ ഫയലുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടും ഈ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ ഏതോ ഒരാൾ എവിടെയോ അയാൾക്ക് വേണ്ട ഒരു ഉത്തരം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് എപ്പോഴും പറയാറ്. അപ്പോൾ ഇവിടേക്കൊരു വിഷയം വേണ്ടി വന്നപ്പോൾ എനിക്ക് കുറേ ആയിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എൻ്റെ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഉള്ളിലിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, പക്ഷേ അതിൻ്റെ ഒരു തെളിച്ചം എവിടുന്നും കിട്ടണില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു പ്രധാന വിഷയമാണ് നമ്മളെപ്പോലുള്ള സാധാരണ ഗൃഹസ്ഥർ. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഈ വായിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അത് വായിക്കേണ്ട രീതിയിലാണോ വായിക്കണത്, അത് അറിയേണ്ട രീതിയിലാണോ അറിയണത്, അത് മനസ്സിലാക്കേണ്ട രീതിയിലാണോ മനസ്സിലാക്കുന്നത്. വെറും കുറേ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഇന്ന അധ്യായം ഇത്ര, ഇപ്പം ഞാൻ തന്നെ എൻ്റെ തന്നെ ഒരു പ്രഭാഷണമുണ്ട്, രാമായണത്തിൻ്റെ പാരായണം കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷം കുറേ അമ്മമാർ ഇങ്ങനെ നിർബന്ധം പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഇന്ന ഭാഗം തൊട്ട് ഇന്ന ഭാഗം വരെ വായിച്ചാൽ സന്താന ലബ്ധി, ഇന്ന ഭാഗം തൊട്ട് ഇന്ന ഭാഗം വരെ വായിച്ചാൽ കല്യാണം നടക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പറയുമ്പോഴും മനസ്സിലെ ചിന്ത ഇത്രയേ ഉള്ളൂ, ഇതിന് വേണ്ടിയെങ്കിലും വായിക്കുമല്ലോ. അങ്ങനെ കുറച്ച് വായിക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ശുദ്ധി വരാൻ തുടങ്ങും. അപ്പോൾ ആ കിട്ടേണ്ടത് കിട്ടി തുടങ്ങുമ്പോൾ അതിൽ രുചിയുണ്ടായി അവനവൻ്റെ ആ സ്വരൂപത്തെ തിരിച്ചറിയാനൊരു ശ്രമം നടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ഗൂഢമായിട്ടുള്ള അർത്ഥങ്ങളാണെങ്കിലും ശരി, സാമാന്യമായിട്ടുള്ള അർത്ഥങ്ങളാണെങ്കിലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിലാണോ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാമായണ മാസം ആയിക്കഴിഞ്ഞതപ്പോൾ ഈ മാസത്തെ നിങ്ങൾ ഏത് പബ്ലിക്കേഷനും എടുത്ത് നോക്കിക്കോളൂ, കുറേ ഡൂസും ഡോൺസും എഴുതി വെച്ചിട്ടുണ്ടാവും. രാമായണം ഈ നേരത്തെ വായിക്കാവൂ, അതിന് ഇത്ര വരി ഇത്ര പേജ് തള്ളി ഇത്ര അക്ഷരം തള്ളി അവിടെ തൊട്ടേ വായിക്കാവൂ, സന്ധ്യ നേരത്ത് വായിക്കരുത്, ഹനുമാൻ സ്വാമി ജപിക്കണ നേരമായതുകൊണ്ട് രാമായണം വായിക്കാൻ പാടില്ല, ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ മുഴുവൻ. ഇതിൽ ഏത് സന്ധ്യ പറഞ്ഞു? ഇന്ത്യയിലെ സന്ധ്യയാണോ, ദുബായിലെ സന്ധ്യയാണോ, അതോ വേറെ വല്ല രാജ്യത്ത്? എല്ലാ സമയത്തും ഭൂമിയിൽ എവിടെയോ സന്ധ്യയുണ്ട്. ഹനുമാനിപ്പോൾ എവിടെ ഇരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ തന്നെയാണ് ഇരിക്കണമെന്ന് നമുക്ക് ഒരു നിർബന്ധവും പറയാൻ പറ്റില്ല.
ഭാഗവതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദ്വീപുകളുടെ ഡിവിഷൻ നോക്കിയാൽ തന്നെ അവരാരും പല ദേവതകൾ ഇരിക്കുന്നത് ഈ ഭൂഖണ്ഡത്തിലേ അല്ല, ഭൂമി വിടും. അപ്പോൾ ഇത്തരം ഈ ഡൂസും ഡോൺസും ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ കുറേ കെട്ടുപാടുകളുടെ അകത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു കളിയാണ്. ആരെങ്കിലും ഒരാൾ ഇതൊക്കെ എന്തിനാണ് എഴുതിയിരിക്കുന്നത്, ഇത് വായിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണ് എനിക്കും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കുള്ളത്, ഇനി അതുപോലും പറ്റിയില്ലെങ്കിൽ എൻ്റെ പഴയ ഒരു വെർഷനിൽ നിന്ന് ഒരു പുതിയ വെർഷനിലേക്ക് എന്നെ തന്നെ എങ്ങനെ എനിക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ കൊണ്ട്. കാരണം ആചാര്യന്മാരും മണ്ടന്മാരൊന്നുമല്ലല്ലോ, അവരൊക്കെ നല്ല ചിന്തിച്ച് നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ്, വളരെ ചിന്തിച്ച് വളരെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മളത് അറിയും, എങ്ങനെ ആണ്, എന്തിനെ മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക? ഈ ഒരു അന്വേഷണം ചെറുപ്പം തൊട്ടിട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയാൻ വരുന്ന മേഖല കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു മേഖലയാണ്. സിനിമ, മീഡിയ, അഡ്വർടൈസിങ്, ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പുറം ലോകത്തുനിന്ന് പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റേതാണെങ്കിലും കോമേഴ്സിൻ്റേതാണെങ്കിലും എന്തിലും നമ്മളൊരു യുക്തി അന്വേഷിച്ചു പോകും. ആ യുക്തിക്ക് അപ്പുറത്തും വസ്തുക്കളുണ്ടെന്നുള്ള തിരിച്ചറിവ് വരുന്ന സമയത്ത് നമ്മുടെ ആധ്യാത്മികത തുടങ്ങും. ആ തുടക്കം വരുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വരേണ്ട ചോദ്യം ഇതാണ്: ഇതിനെ, ഈ ഉള്ള ഇത്രയും വലിയ ഒരു സമ്പത്തിനെ, ഈ ആധ്യാത്മിക സമ്പത്തിനെ എങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ, അതിന് നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിക്കുക, കുറേ ആൾക്കാരുടെ പുറകെ നടക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അവനവൻ്റെതായിട്ടുള്ള ഒരു രീതി ഡെവലപ്പ് ചെയ്തെടുത്ത് എങ്ങനെ ഇതിന്ന് രത്നം കുഴിച്ചെടുക്കാം. കാരണം നമ്മൾ ഓരോരുത്തർക്കും രത്നങ്ങൾ കുഴിച്ചെടുക്കാൻ മാത്രം രത്നസമ്പത്തുള്ള മഹാഗ്രന്ഥങ്ങളുണ്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ താല്പര്യമുള്ളവരാകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് അന്വേഷിച്ചു പോകും. ഗുരുനാഥന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നവർ, അങ്ങനെ അന്വേഷിച്ച് നമ്മൾ നടക്കുന്ന സമയത്ത് ചില മഹാത്മാക്കളെ കണ്ടുമുട്ടും. അവർ സാധാരണ മനുഷ്യരായിട്ട് ഭാര്യയും മക്കളോ അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളോ ഒക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവും. കൂടെ 50 വർഷം ജീവിച്ചവർക്ക് പോലും അറിയില്ല ഇവരിങ്ങനത്തെ ഇത്രയധികം ആഴത്തിൽ അറിവുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ചിലവരുടെ കയ്യിൽ നിന്നാണ് ആദ്യം രാമൻ ആരാ, അത് ശ്രീരാമൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു രൂപത്തിലുള്ള ഒരു 4 കൈയുള്ള വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് കരുതുന്ന ഭാവത്തിലൊന്നുമല്ല. രാമൻ്റെ അർത്ഥം, ആഴം, ഇതൊക്കെ എന്തുമാത്രമാണെന്നുള്ളതിൻ്റെയൊക്കെ എവിടെയോ പൊട്ടുംപൊടി. സീത ആരാ, സീതയുടെ ആ അർത്ഥത്തിൻ്റെ ഒരു പൊട്ടുംപൊടി. ദശരഥൻ ആരാ, കൈകേയി ആരാ, മന്ധര ആരാ, രാവണൻ ആരാ, ലക്ഷ്മണൻ ആരാ, ഇന്ദ്രജിത്ത് ആരാ, ഓരോ മഹാകഥാപാത്രങ്ങൾ, വിശ്വാമിത്രൻ പോലും. ഒരു ഭാഗ്യം ഉണ്ടായിട്ട് ചിന്മയ മിഷൻ തൃശ്ശൂർ മുമ്പ് വിശ്വാമിത്രനെ കുറിച്ച് മാത്രം, രാമായണത്തിൽ വിശ്വാമിത്രനെ കുറിച്ച് മാത്രം ഒരു ഗുരുപൂർണിമയ്ക്ക് ശ്രീരാമചന്ദ്രൻ്റെ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും കുറിച്ച്. ഓരോന്നും ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ അറിവ് അത്രമാത്രം. പിന്നെയും കുറച്ചുകൂടെ മുതിർന്ന് ചെല്ലുമ്പോഴാണ് നമ്മൾ കേരളത്തിലെ അതിപ്രസിദ്ധരായിട്ടുള്ള ചില ആചാര്യന്മാർ, ധർമാനന്ദരി സ്വാമിയെ പോലുള്ള, അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാവുന്നു. ഒരു എന്താ പറയുക, 4 കൊല്ലം മുമ്പ് ഞാൻ ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണ ഗൃഹസ്ഥനാണ്, വളരെ നോർമലായിട്ടൊരാളാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉള്ള പോലുള്ള ചോദ്യങ്ങളും ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്ന തരം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ മുൻപുള്ള കാലങ്ങളിൽ ആൾക്കാർ ചോദിച്ചിരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ശുദ്ധ വിഡ്ഢിത്തരങ്ങളാണ്, എൻ്റെ കാഴ്ചപ്പാടേ ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലതിൽ ഇനിയും എനിക്ക് ഉത്തരം കിട്ടാനുണ്ട്, ചിലതിന് എനിക്ക് തൃപ്തിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഇത് എത്ര ഇതിൻ്റെ ഒരു ബേസ് മനസ്സിലേക്ക് എത്താണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നവമാധ്യമങ്ങളെ മോശമായിട്ട് കാണാറില്ല. നവമാധ്യമങ്ങളിലും ഒരുപാട് ഉൾക്കാഴ്ചയുള്ള അറിവുകൾ ഇന്ന് വരുന്നുണ്ട്. എല്ലാം പതിര് കളഞ്ഞാണെന്ന് ഞാൻ പറയില്ല, വഴിതെറ്റിപ്പിക്കണ അനവധിയാണ്.
പ്രോബ്ലം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ വഴി കാണിക്കേണ്ട അറിവല്ല പബ്ലിക്കലി ആൾക്കാർക്ക് കിട്ടുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അനവധി ചപ്പും ചവറും വരുന്നതാണ് പുറമ്പകിട്ടുകൊണ്ട് ആൾക്കാർ സ്വീകരിക്കുന്നത്. കാരണം അവർ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളും അവർ സുഖമാണെന്ന് കരുതുന്ന കുറേ കാര്യങ്ങളുമായിട്ട് അത് ചേർന്ന് പോകുന്നതുകൊണ്ട് ആ അബദ്ധമാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് പിടിച്ചെടുക്കും. അത് ഏറ്റവും വലിയ വിക്ടിം ഗുരുവായൂരപ്പനാണ്. ഇന്ന് ഗുരുവായൂരിനെ കുറിച്ച് പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന നോൺസെൻസുകളുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ തലയ്ക്ക് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും ഭീകരമാണ്. അതുപോലെ വേറെ ഒന്നാണ് ഈ രാമായണം. പ്രത്യേകിച്ച് ഈ മാസമായിട്ട് ഈ 30 ദിവസം ഇതിൻ്റെ ബാഹുല്യം വരുന്ന ദ ഹ്യൂമങ്കസ് എമൗണ്ട് ഓഫ് നോൺസെൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒറ്റ ഒന്നിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് എന്തിനെക്കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള പന്ഥാവ്, ഒരു വഴി എവിടെയെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ ധർമ്മത്തിൽ അതിന് സുഗമമായിട്ടുള്ള വളരെ എന്താ പറയുക ചിട്ടയായിട്ടുള്ളൊരു മാർഗം ആചാര്യന്മാർ പണ്ട് കാലത്തേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശാസ്ത്രത്തിനനുസരിച്ചിട്ടുള്ള മാർഗമാണ്. ആ ശാസ്ത്രത്തിനനുസരിച്ചിട്ട് ഗ്രന്ഥത്തെ നോക്കുക. ഒരേ സമയം നമ്മൾ നരേന്ദ്രപ്രസാദ് സാറ് സുഹൃതം സിനിമയിൽ പറഞ്ഞ മാതിരി മൈക്രോകോസത്തിലുള്ളത് മാക്രോകോസത്തിലുണ്ട്. ഈ സൂക്ഷ്മമായിട്ടുള്ള ലോകത്തിലുള്ളത് ഈ വലിയ പ്രകൃതിയിലുണ്ട്. ആ ബ്രഹ്മാണ്ടത്തിലുള്ളത് ഇവിടെ പിണ്ഡാണ്ടത്തിലുണ്ട് എന്ന് പറയും. അങ്ങനെ നോക്കിക്കാണാൻ ഇത് രണ്ടിലും ഈ ഓരോ വരിയുടെയും അർത്ഥം നോക്കിക്കാണാൻ, ഓരോ കഥാപാത്രത്തിൻ്റെ അർത്ഥം നോക്കിക്കാണാൻ, ഓരോ ഗ്രന്ഥത്തിൻ്റെയും അർത്ഥം നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ചില അപൂർവ വ്യക്തിത്വങ്ങളെ ഈ കാലത്ത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു മഹാത്മാവ് ഇന്ന് അവിടെ പുറകിൽ വന്നിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമസ്കരിക്കേണ്ട ഒരാളാണ് അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമി. തൃപ്പൂണിത്തറക്കാരനാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. ഒരു പക്ഷേ അദ്ദേഹം വളരെ വിനയത്തോടെയൊക്കെ അത് പറയും. പക്ഷേ സ്വാമി പ്രായം കൊണ്ട് എനിക്ക് അനിയനാണ്, എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന അത്രയും അടുപ്പമുള്ള ആൾക്കാരാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ തപസ്, അദ്ദേഹം കൊണ്ടുപോകുന്നൊരു വഴി അത്രയും വിശിഷ്ടമാണ്. ഓരോ വാക്കും ഓരോ അർത്ഥവും ഓരോ എന്താ പറയുക അത്ര ചിട്ടയായി ശാസ്ത്രത്തിനനുസരിച്ച് അത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഒരു മാസമായിട്ടൊന്നും പഠിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പക്ഷെ ആ പഠിപ്പിക്കുന്ന ആ ഉള്ള 10 പേര് വേറെ 10 പേരെ പഠിപ്പിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ ആ രീതിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഭൂമിയിൽ നിയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അവിടേക്ക് ആ ക്ലാസ്സിലേക്ക് എത്തണമെങ്കിൽ അതൊരു PG ക്ലാസ്സാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സാണ്. ആ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ സാമാന്യ നാമജപം എന്ന് പറയുന്ന LKGയിൽ ഇരുന്നിട്ട് വേണം കയറിയിട്ടെത്താൻ. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗീത കാണാതെ പറഞ്ഞിട്ട് കയ്യടിക്കുന്നുണ്ട്. ആ ഗീത കുട്ടിക്ക് ഉപകരിച്ചോ ജീവിതത്തിലെന്ന് ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണം പറയാൻ. ഒരു തമാശയാണ് അത്. ഞാൻ പല സ്ഥലത്ത് എൻ്റെ അമ്മയുടെ അനുഭവം പറയാറ്. എൻ്റെ അമ്മ ശ്രീരാമകൃഷ്ണാശ്രമത്തിലാണ് പഠിച്ചത്. 1ാം ക്ലാസ്സിൽ പഠിക്കും അമ്മയ്ക്ക് 18 അധ്യായം കാണാപ്പാടറിയാം, 700 ശ്ലോകവും. അമ്മ തമാശയ്ക്ക് പറയും, ഇപ്പോൾ ഒരു ശ്ലോകം പോലും ഓർമ്മയില്ല, ഇതങ്ങനെ 3 എണ്ണത്തിനെ പ്രസവിക്കുകയും ചെയ്തു, ഒരു ഐഡിയ ഇല്ല അമ്മയ്ക്ക് എന്ന് അമ്മ തമാശയായിട്ട് പറയും. അതൊരു ശരാശരി മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഭഗവാൻ നമ്മളെ 100 കാര്യം പഠിപ്പിച്ചിട്ട് അതിലാകെ 1% ഒരു കാര്യം ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ഒരൊറ്റ ചുമതലയെ നമുക്കുള്ളൂ. 700 ശ്ലോകവും കാണാപ്പാടം പഠിക്കണ്ട. എല്ലാ കർക്കിടകത്തിലും രാമായണം തുറന്നു വെച്ച് വായിച്ചതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇൻഫർമേഷൻ്റെ പുറകെ പോകണം. ഇൻഫർമേഷൻ്റെ പുറകെ പോയാൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ചിലർ പറയാറുണ്ട്, ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, ശരത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഭയങ്കര ഇൻഫർമേറ്റീവാണ്. ഞാൻ പറയും അത് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ കഠാരം കൊണ്ട് കുത്തണ മാതിരിയാണ്. ഞാൻ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടല്ല പ്രഭാഷണം പറയണത്. ഈ പണിയൊക്കെ നിർത്തി വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് ഒരു ലൗകികമായിട്ടൊരു ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കണം. എന്താ വെച്ചാൽ ഇതിലിരുന്നിട്ടും ഇത് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും തോന്നിയതുകൊണ്ട് മാത്രമാണ്. ഒരു നോർമൽ ലൈഫ് വിട്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഒരു നോർമൽ ലൈഫാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യം ഗൃഹസ്ഥര് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പിടിവള്ളിയാണ് വേണ്ടത്. ആ പിടിവള്ളിയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ രാമായണത്തിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ.
ഈ സ്ട്രക്ചറിൻ്റെ വെച്ച് ഈ സ്ട്രക്ചർ കൊണ്ട് നിങ്ങൾക്ക് മഹാഭാരതമോ ഭാഗവതോ അല്ലെങ്കിൽ എന്താ ദേവി മഹാത്മ്യമോ ദേവി ഭാഗവതോ അങ്ങനെയുള്ള ഏത് മഹാഗ്രന്ഥങ്ങളെയും നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ കണ്ടു പഠിക്കാനുള്ള ഒരു സൗകര്യം അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, ആ രീതി നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഉയർന്ന തലത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമായി തീരും. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൽഫബറ്റ്സ് അറിയില്ല. അക്ഷരം അറിഞ്ഞാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അക്ഷരം അറിയണം. അവിടെ എഴുതി വയ്ക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എഴുതി വെച്ച ആൾക്കാരുടെ അടുത്തേക്ക് എത്രയും ആദ്യം അക്ഷരം പഠിക്കണം. അക്ഷരം പഠിക്കുന്നതിന് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളൊരു മഹത്തായിട്ടൊരു കാര്യം, മഹാദേവൻ നമ്മുടെയൊക്കെ ഗുരുനാഥൻ, ആദ്യത്തെ ഗുരുനാഥൻ ഭഗവാൻ മനുഷ്യരെ ഒരു വിദ്യ പഠിപ്പിച്ചു. ചോദ്യം ചോദിക്കുക. ലോകത്തിൽ ഒരു ചോദ്യവും മോശം ചോദ്യമല്ല. അബദ്ധം പിടിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളേ ഉള്ളൂ പറയും. ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. അതിനനുസരിച്ച് കൊടുക്കാവുന്ന കറക്റ്റ് ഉത്തരമായിരിക്കണം മാത്രം. അതുകൊണ്ട് വിഡ്ഢി ചോദ്യം, നല്ല ചോദ്യം അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എന്നും, ഭഗവാൻ ഇപ്പോൾ യോഗമാർഗ്ഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ രീതി ചോദ്യം ചോദിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. സംവാദങ്ങളാണ് അല്ലേ. രാമായണം പോലും എങ്ങനെയാണ് വരണം, നമ്മൾ എഴുത്തച്ഛൻ എങ്ങനെ എഴുതിയിരിക്കുന്നു, വാമഹേശ്വര സംവാദമായിട്ടാണ്. അമ്മ ചോദിക്കുന്നു, ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ ഭഗവാൻ അറിയാത്തത് ഭഗവാൻ അമ്മയോട് ചോദിക്കും, അമ്മ പറഞ്ഞു കൊടുക്കും. ആത്മാവ് നിന്ന് പ്രകൃതി പഠിക്കുന്നു. ചില കാര്യങ്ങൾ ആത്മാവ് പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നു. അമ്മ പ്രകൃതി, ഭഗവാൻ ആത്മാവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് നോക്കിക്കഴിഞ്ഞാൽ. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ്. അല്ലാണ്ട് പുരുഷനാണ് ഭർത്താവാണ് അതുകൊണ്ട് ഭാര്യ ഭർത്താവിൻ്റെ നിന്ന് പഠിക്കുകയാണ്, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാമായണത്തിൻ്റെ എങ്ങനെ രാമായണം പഠിക്കണം എന്ന് ഞാൻ എഴുതി വെച്ചത് ഇതൊരു ഡെഫിനിറ്റീവ് ഇതാണ് ശരത്ത് പറഞ്ഞതാണ് അൾട്ടിമേറ്റ് എന്ന് പറയാനല്ല. ഞാനതിനെ എങ്ങനെ നോക്കിക്കണ്ടിരുന്നു വർഷങ്ങളായിട്ട് എന്നുള്ളതിൻ്റെ കുറച്ച് ചിന്തകൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കുക. കൂടപ്പറപ്പുകളുടെ അടുത്ത് പങ്കുവയ്ക്കുന്ന പോലെ പങ്കുവയ്ക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, നിങ്ങളുടേതായ പുതിയ രീതി ആവിഷ്കരിക്കാം. കൊള്ളേണ്ടത് കൊള്ളാം, തള്ളേണ്ടത് കൊള്ളാം. ഒന്ന്, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു ഗ്രന്ഥവും പഠിക്കാനെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥം എടുത്ത് പഠിക്കണം എന്ന് തിരിച്ചറിയണം. അപ്പോഴേ വിലയുണ്ടാവും. നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു വില വേണം. എന്തിനും വെറുതെ കിട്ടുന്നതിന് വിലയുണ്ടാവില്ല എന്ന് പറയും. അതുപോലെയാണ് നമ്മൾ ഒരു വസ്തു എടുത്താൽ നമുക്ക് എന്തിനും അറിയാം. ഇപ്പോൾ ചെമ്പിൻ്റെ കഷ്ണമാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ കഷ്ണമാണെങ്കിൽ നമ്മൾ സ്വർണ്ണത്തിനാണ് വില കൊടുക്കുക. കാരണം കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഇത് രണ്ടും കൊടുത്താൽ അവൻ ചിലപ്പോൾ രണ്ടിനെയും ചെമ്പിനെ എടുത്ത് കൈ പിടിച്ച് സ്വർണ്ണത്തിനെ വലിച്ചെറിയും. തിരിച്ചറിവ് അതിനെക്കുറിച്ചുള്ളത് സമൂഹം കൊടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്കും ഗ്രന്ഥങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള വില അറിയൂ. എന്നാൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അതിൻ്റെ വില കണ്ടെത്തുക. എല്ലാവരും രാമായണം വായിക്കുന്നു. കാരണം എന്താ? എല്ലാവരും രാമായണം വായിക്കുന്നു. രാമായണം ഗംഭീരമായ പുസ്തകമാണ്. ഗുരുവായൂർ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു പ്രഭാഷണം നടന്നപ്പോൾ ഒരു ഔദ്യോഗിക തലത്തിലുള്ള ഒരാൾക്ക് പ്രഭാഷണം നടത്തുന്നത് ഭയങ്കര ആഗ്രഹം, അതിൻ്റെ മേധാവിയായിട്ടിരിക്കണേ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പ്രഭാഷണം നടത്തിയത് വിഷ്ണു സഹസ്രനാമം ഒരു നല്ല സഹസ്രനാമമാണ്, അതെല്ലാവരും വായിക്കേണ്ടതാണ്, അത് വായിച്ചാൽ ഗുരുവായൂരപ്പന് സന്തോഷമാവും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. അപ്പോൾ അതിൽ പറയുന്നതെല്ലാം ജനറിക്കായിട്ടാണ്. നമ്മുടെ വ്യക്തി അനുഭവത്തിൽ കൂടെ നമ്മൾ എങ്ങനെ ഇതിനെ വില കണ്ടെത്തും? ഇപ്പം ചിലവരുടെ അടുത്ത് ചോദിച്ചാൽ പറയും, എനിക്ക് മഹാദേവനെ കാണാറായത് ആ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമി എന്നുള്ളത് മാത്രം ചൊല്ലിയിട്ടാണ്, മരിക്കണ വരെ ഞാൻ അതിൻ്റെ നാക്കിന്ന് കളയില്ല എന്ന് പറയും. കാരണം ആ വ്യക്തിക്ക് ആ ഒരു കീർത്തനം അത്ര വില പിടിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണർന്നിട്ടുള്ളതാണ്. ഇപ്പം രാമായണം പോലുള്ളൊരു ഗ്രന്ഥം നമ്മൾ എടുക്കുമ്പോൾ എന്തുകൊണ്ട് രാമായണം നമ്മൾ കയ്യിലെടുക്കണം എന്നുള്ളതിന് നമ്മുടെ ഉള്ളിൽ ഒരനുഭവം ഉണ്ടായി വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ താഴെ വയ്ക്കില്ല. പിന്നെ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആരോ പറയണു, അതുകൊണ്ട് നമ്മൾ എടുക്കണു. പിന്നെ നമ്മളെ മറ്റ് സെമറ്റിക് മതങ്ങളുടെ സിസ്റ്റങ്ങളിലുള്ള പോലെ ഇന്ന ഗ്രന്ഥം കയ്യിൽ മര്യാദയ്ക്ക് എടുത്തോ ഇല്ലെങ്കിൽ ഊരുവിലക്ക് നടത്തുന്നൊന്നും ആരും പറയുന്നില്ല. ആരും നമ്മളെ ഭീഷണിപ്പെടുത്താനുമില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ എടുക്കാറുമില്ല. പക്ഷെ അറിഞ്ഞ് അനുഭവം കൊണ്ടെടുത്താൽ അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, എങ്ങനെ രാമായണം പഠിക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ മൂല്യം എനിക്ക് എങ്ങനെ എനിക്ക് അനുഭവത്തിൽ, എൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റും. വേറൊരാൾ പറഞ്ഞിട്ടല്ല, അവനവൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ തോന്നാം, അതിനെന്തായിരിക്കും മാർഗം എന്ന് ആദ്യം ചിന്തിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ
ഭാഗവതം എടുത്താലും അല്ലെങ്കിൽ ഭാരതം എടുത്താലും ഏത് ഗ്രന്ഥമാണെങ്കിലും ഏത് പുണ്യഗ്രന്ഥ ഗീതയാണെങ്കിലും അൺലെസ് യു മേക്ക് എൻ ഇൻറ്റേർണൽ കണക്ഷൻ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു കണക്ഷൻ ആ ഗ്രന്ഥമായിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിനോട് നമുക്ക് അത് പിന്നീട് വെറും ഒരു മെക്കാനിക്കൽ പ്രോസസ്സോ. കാരണം രാമായണം 30 ദിവസം വായിക്കാനുള്ള ഒരു പുസ്തകമല്ല. രാമായണം ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ അർത്ഥവിചാരം മുഴുവൻ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. ആത്മവിദ്യ എന്ന് നമ്മൾ പറയും. അവനവൻ എന്താണെന്നുള്ള അറിവാണ് സെൽഫ് നോളജ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ആ ആത്മവിദ്യയാണത് ആത്യന്തികമായിട്ട്. ഇനി നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ധർമ്മശിക്ഷയാണ്. ധർമ്മത്തെ പഠിപ്പിച്ചു തരുന്ന, ധർമ്മം എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്നു. വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ശേഷം അതിന് മുമ്പോ ഒക്കെ അതിനൊക്കെ ഒരുപാട് ഡിസ്പ്യൂട്ടുകളുണ്ട്. എത്രയോ രാമായണങ്ങൾ കിടപ്പുണ്ട്. അതിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന എഴുത്തച്ഛൻ്റെ ഒരു സ്വതന്ത്ര വിവർത്തനം പോലെയുള്ള സംസ്കൃതത്തിലുള്ള വ്യാസമഹർഷി എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന അധ്യാത്മരാമായണം മൂലം ആ അധ്യാത്മരാമായണം ഈ മലയാളത്തിൽ അധ്യാത്മരാമായണവും വരുമ്പോൾ ആ രാമായണത്തിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഭക്തിരസത്തിൽ മുങ്ങിയിട്ടുള്ളതാണ്. കാരണം വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ്. നമ്മളെ മാതിരി കരയുക, സങ്കടപ്പെടുക, ചിരിക്കുക, സന്തോഷിക്കുക, പ്രണയിക്കുക, കോപിക്കുക, യുദ്ധം ചെയ്യുക ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. എഴുത്തച്ഛനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വ്യാസൻ്റെ അധ്യാത്മരാമായണത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാനായി. ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ മനുഷ്യന് പറഞ്ഞ പലതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഭഗവാനിൽ കാണുമ്പോൾ ഭഗവാനല്ലേ, അതെങ്ങനെയാണ്, ഹൗ ക്യാൻ ഈ ക്രൈ എന്നാ നമ്മൾ ചോദിക്കുക. ഭഗവാനാകുമ്പോൾ മസിൽ പിടിച്ചിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. അപ്പോൾ ഓരോരുത്തരും കമ്പരിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകാരികതയാണ്. തമിഴ് ജനതയുടെ വൈകാരികത മുഴുവൻ കമ്പരാമായണത്തിൽ കാണാൻ പറ്റും. ഓരോ വരിയിലും ഇമോഷൻസിൻ്റെ പ്ലേ ആണ്. രാവണൻ്റെ മകളാണ് സീത എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന് ഇടുന്നത് കമ്പര, വാൽമീകിയല്ല. നോക്കൂ, ഡ്രാമയാണ്, ട്വിസ്റ്റുകൾ കൊണ്ടുവരികയാണ്. ആ വൈകാരികത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി മലേഷ്യയിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ എത്രയോ രാമായണങ്ങൾ, ആയിരക്കണക്കിന് രാമായണങ്ങൾ. ഹനുമാൻ സ്വാമി എഴുതി എന്ന് പറയുന്ന ഒരു രാമായണം, അതിലാകെ ഒരു ശ്ലോകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇന്നേവരെ. ആഞ്ജനേയ രാമായണം എന്ന് പറയും. അതാണത്ര ആദ്യത്തെ രാമായണം. അതിൽ 1,00,000 ശ്ലോകം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്രയോ രാമായണങ്ങളുണ്ട്. ഇതിൽ ഏത് വഴിക്കെടുത്താലും ഇതിനൊരു കോമൺ ടെംപ്ലേറ്റും ഒരു ലൈനും ഉണ്ട്, ഒരു സ്റ്റോറി ലൈനുണ്ട്. ആ സ്റ്റോറി ലൈൻ നമുക്കൊക്കെ കുട്ടിക്കാലം തൊട്ട് കേട്ട് തഴമ്പിച്ചിട്ടുള്ളത് കൊണ്ട് സുപരിചിതമായിട്ടുള്ളൊരു വസ്തുവിനെ നമ്മൾ ഒരിക്കലും ആഴത്തിൽ പോയിട്ട് നോക്കില്ല. അതവിടെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഉള്ള ഒരു കാര്യം ഇത്ര വർഷം താമസിച്ചിട്ട് പോലും നിങ്ങൾ ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ചിരപരിചിതമായിട്ടുള്ള ഒരു കാര്യത്തിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ സഹജ സ്വഭാവം. ഈ രാമായണം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രന്ഥശേഖരത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ കിടക്കുന്നത് എത്രയോ കാലം കണ്ടിട്ടുണ്ടാവും. ഇന്നായിരിക്കും ചിലപ്പോൾ ചിലരിത് ആദ്യം കാണുന്നത്, ഇന്നായിരിക്കും ഇത് കയ്യിലെടുക്കുന്നത്, അല്ലേ? അപ്പോൾ ആത്മവിദ്യയാണെങ്കിലും ധർമ്മം പഠിപ്പിക്കുന്ന ഗ്രന്ഥമായിട്ടാണെന്നുണ്ടെങ്കിലും ഭക്തി നൽകണ ഗ്രന്ഥമായിട്ടാണെന്നുണ്ടെങ്കിലും ഇതിനെ ആദ്യം കയ്യിലെടുക്കാനുള്ളൊരു തോന്നലുണ്ടാവുക എന്നുള്ളത് പൂർവ്വപുണ്യമാണ്. അതാർക്കും പറഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റില്ല. അത് ഉള്ളിലൊരു സ്പാർക്കായിട്ട് ഉണ്ടാവണം. ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ എന്താ പറയുക നിയതി അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത്. നമുക്ക് രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാൻ തരുന്ന ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് നമുക്ക് ആർജിക്കാൻ പറ്റണമെന്നില്ല, അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് വേറെയും അനവധി വീടുകളുണ്ട്, വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെല്ലാവർക്കും ഇന്ന് ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നില്ലല്ലോ. കുറേ ദൂരത്തു നിന്നാണെങ്കിലും ഇപ്പം എനിക്കറിയാം, കോതമംഗലത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെയും ഇവിടെ വന്ന് ഈ സ്ഥലത്ത് വന്നിരുന്നത് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു സ്പാർക്ക് അവിടെ വേണം, അല്ലെങ്കിൽ ഇത് ഇവിടെ എത്തില്ല, അല്ലേ? അതേപോലെ ഈ ഗ്രന്ഥം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ നിർവൃതിയിലും സന്തോഷത്തിലും എന്തു പഠിച്ചു, എന്തു മനസ്സിലായി, അതൊന്നും വിഷയമല്ല. രാമായണം എടുത്തിട്ട്
ആദ്യം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിത് കയ്യിലെടുത്തല്ലോ ഭഗവാനെ എന്നുള്ള സന്തോഷത്തെ ആദ്യം മനസ്സിൽ നിറയ്ക്കുക. ആ സന്തോഷമാണ് നിങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള രാമായണം പഠിക്കുകയോ വായിക്കുകയോ എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ അടിസ്ഥാനം അതാണ്. ആ സന്തോഷമില്ലാണ്ട് അതിൽ ഒരു വരി കടന്നു പോലും നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. ബോർഡം വരും. നേരെ മറിച്ച് ആ സന്തോഷം വരുമ്പോൾ ഐസ്ക്രീം നുണയണ പോലെ അത് രുചിയായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി വരും. ഈ മഹാഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നും അറിയില്ലെങ്കിൽ വായിക്കുക നിങ്ങളുടെ ഉള്ളിൽ അർത്ഥം തോന്നും. ആനന്ദിരുമേനി പറയും ഭാഗവതം ഒരു വരി അറിയില്ല, സംസ്കൃതം തന്നെ മര്യാദയ്ക്ക് അറിയില്ല. ആ ഗുരുവായൂരിന്ന് നമ്മൾ മാനേജർ ഇരിക്കുന്ന കിഴക്കേ ഗോപുരത്തിൽ ഇരുന്നിട്ട് വിരൽ വെച്ചിട്ട് തപ്പിയിട്ടാണ് വായിച്ചിരുന്നത്. വയറുവേന മാറാൻ വേണ്ടിയിട്ട് വായിച്ചതാണ്, അല്ലാണ്ട് ഭക്തി കൊണ്ട് വായിച്ചതല്ല. അമ്മാവൻ മേൽശാന്തിയാണ് പറഞ്ഞു, അദ്ദേഹം സോഷ്യലിസ്റ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിരൽ തൊട്ട് വായിക്കും. വായിക്ക അർത്ഥം തോന്നാൻ തുടങ്ങി. അറിയാത്തൊരു ഭാഷയിൽ, ആ അറിയാത്ത ഭാഷയാണെങ്കിൽ അതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ബ്യൂട്ടി. അതാണ് വായിക്ക റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓരോ അർത്ഥങ്ങൾ ഇങ്ങനെ തോന്നും. അങ്ങനെ ഉള്ളൊരു നിറവിലിരുന്നിട്ട് വേണം ഞാനിത് എടുത്തു എന്നുള്ളൊരു നിറവിലിരുന്നിട്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കേണ്ട ചില അടിസ്ഥാന ചോദ്യങ്ങളുണ്ട്. ഞാൻ ഈ ധർമ്മത്തെ മനസ്സിലാക്കണോ? എന്താണ് എൻ്റെ ധർമ്മം? ഞാൻ എന്തിനാണ് ഈ ഗ്രന്ഥം കയ്യിലെടുത്തത്? ആധ്യാത്മികമായിട്ടൊരു ഉണർവിന് വേണ്ടിയിട്ടാണോ? എൻ്റെ ഭക്തി വളർത്താനാണോ? അതോ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാനാണോ? അതോ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്താനാണോ? അത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഏത് തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത്തരം ഗ്രന്ഥങ്ങളുടെ അകത്ത് ഉണ്ട് എന്ന് ഉറച്ചു മനസ്സിലാക്കി കൊടുക്കും. അത് സീക്കാൻ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഒരാളുടെ രീതിക്കായിരിക്കില്ല ആ ഗ്രന്ഥം മറ്റൊരാൾക്ക് വരിക. മോൾഡബിൾ എന്ന് പറയും നമ്മൾ. ആ മോൾഡബിലിറ്റി വളരെ അധികമാണ്. ഇനി വേറെ ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അതിലത്തെ സാംസ്കാരികമായിട്ടുള്ള വശങ്ങൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അതിലത്തെ പദ്യങ്ങൾ കാണാപാഠം പഠിച്ചാൽ മതി. അതിൻ്റെ ഒരു ബ്യൂട്ടിയിലായിരിക്കും ചിലർ പോകുക. അതിൻ്റെ ഒരു സാഹിത്യ മൂല്യത്തിന് മാത്രം. ഇപ്പോൾ നമ്മൾ മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളൊക്കെ ചെല്ലും അല്ലേ. ചില ആൾക്കാർ പണ്ടൊക്കെ അക്ഷരശ്ലോകം ചെല്ലുന്നവരൊക്കെ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള വരികളൊക്കെ പഠിച്ചു വെച്ച് അവരത് ഗംഭീരമായിട്ട് പ്രയോഗിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും ഒരു റീസൺ വെച്ചിട്ട്, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ടാണെങ്കിൽ വായിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാമായണത്തിനെ നമുക്ക് ഒരു ഇതിഹാസമായിട്ട് കാണാം, ഒരു കാവ്യമായിട്ട് കാണാം, അതേപോലെ തന്നെ ഒരു ആധ്യാത്മിക പാഠമായിട്ട് കാണാം, ഒരു ധർമ്മശാസ്ത്രമായിട്ട് കാണാം, ധാരാളം മാതൃകാ കഥാപാത്രങ്ങളുള്ള ഒരു ഗൈഡ് ബുക്കായിട്ട് അങ്ങനെ കാണാം. എങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കണോ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ പറയുന്നത് ഒന്നും തന്നെ അവസാനം ഇത്ര ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതല്ല, ഇങ്ങനെയൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ തന്നെ ഭഗവാന്റെ ബാല്യകാലം വരുന്ന ബാലകാന്ഡം, അത് കഴിഞ്ഞ് ഭഗവാന്റെ വനവാസം, അതുമാതിരി വലിയ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളും തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്ന ആ അയോധ്യാകാന്ഡം, അത് കഴിഞ്ഞ് ധർമ്മം തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ പോകുന്ന ആരണ്യകാന്ഡം, ഭക്തിയുടെ മഹിമ പറയണേ, അതേപോലെ തന്നെ എങ്ങനെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും ചിട്ടയോടുകൂടിയിട്ട് അഭിമുഖീകരിക്കുകയും അതിന് യുക്തമായിട്ടുള്ള പോംവഴികൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കിഷ്കിന്ധാകാന്ഡം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധകൻ ജനിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലകാന്ഡം തൊട്ട് കിഷ്കിന്ധാകാന്ഡം വരെ നന്നായി പഠിച്ചു പോകുന്ന ഒരാളിൽ ഒരു സാധകൻ ജനിക്കും. ആ സാധകൻ്റെ പേരാണ് ഹനുമാൻ. വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും സുന്ദരകാന്ഡത്തിൻ്റെ പടിവാതിൽക്കലെത്തുമ്പോഴേക്കും നമ്മൾ ഒരു സാധകനായിട്ടുണ്ടാവും. സാധകൻ്റെ സഞ്ചാരമാണ് വാസ്തവത്തിൽ സുന്ദരകാന്ഡം മുഴുവൻ, ഒരു സാധകൻ്റെ യാത്ര. അത് കഴിഞ്ഞ് ധർമ്മം ജയിക്കുന്നത് എങ്ങനെയാണ്, ഒരു സാധകൻ സാക്ഷാത്കാരം നേടുന്നത് എന്നുള്ളതിൻ്റെ ഇത് കാണിച്ചു തരണം യുദ്ധകാന്ഡം. അവസാനം ഉത്തരകാന്ഡത്തിൽ വരുന്നതോട് കൂടിയിട്ട്
സകലതും ത്യജിക്കുക എന്ന് പറയുന്ന, ഭാവിയുടെ ഭാഗധേയത്തിലേക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ജീവൻ്റെ ആ ഒഴുക്കിനെ കാണിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. പക്ഷേ ഈ സ്ട്രക്ചർ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അനുഭവത്തിൽ വരിക. അതിനെ നമുക്ക് പലതരത്തിലും നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാമൻ, എന്നിൽ ആരാണ് രാമൻ? എന്നിൽ ആരാണ് രാമൻ? എൻ്റെ ആത്മാവാണോ, എൻ്റെ ജീവനാണോ, എൻ്റെ മനസ്സാണോ, അതോ എൻ്റെ ബുദ്ധിയാണോ? എന്തിനെയാണ് രാമനായിട്ട് കാണുന്നത്? സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? രാവണൻ ആരാണ്? ഈ രാമനും രാവണനും സീതയും ലക്ഷ്മണനും സകലതും നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ? അപ്പം മുമ്പുള്ള പല പ്രഭാഷണങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കറിയാം, ഞാൻ രാമൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രം വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്. നടുക്ക് രാമൻ നിൽക്കുന്നു, ലക്ഷ്മണൻ നിൽക്കുന്നു, സീതാദേവി നിൽക്കുന്നു, പാദത്തിൻ്റെ അവിടെ ഹനുമാൻ സ്വാമി ഇരിക്കുന്നു. ശ്രദ്ധയാണ് ആദ്യം വേണ്ടത്. ശ്രദ്ധാവാൻ ലഭതേജ്ഞാനം എന്നാണ് പറയുന്നത്. ശ്രദ്ധയാകണ ലക്ഷ്മണൻ ഒരു വശത്തും പൂർണ്ണ സമർപ്പണവും പ്രണയവും ഭക്തിയുമാകുന്ന സീതയും നിൽക്കുമ്പോൾ മാത്രമാണ് ഈശ്വരൻ നടുക്ക് നിൽക്കുള്ളൂ. ഇത് മൂന്നും ഒത്തു വരുമ്പോഴാണ് ഈ മർക്കട സ്വഭാവമുള്ള എന്നാൽ അതിശക്തനായിട്ടുള്ള മനസ്സ് അടങ്ങി ഒതുങ്ങി കാൽക്കലിരിക്കുള്ളൂ. ഹനുമാൻ്റെ രൂപത്തിൽ ഈശ്വരന് കീഴ്പ്പെട്ടിരിക്കുന്ന മനസ്സാണ്. അതിന് ശ്രദ്ധയും ഭക്തി ആവശ്യമാണ്. അതൊരു ചിത്രമാണ്, ഒരു എക്സാമ്പിളാണ്. ഇതിന് നിങ്ങൾക്ക് തന്നെ വേറൊരു 5000 അർത്ഥം, 1,00,000 അർത്ഥം നിങ്ങൾക്ക് പറയാം. അതുവഴി നിങ്ങൾക്ക് പുതിയ പുതിയ ഉൾക്കാഴ്ചകളും ഉണ്ടാവും. ഇപ്പം ശാസ്ത്രത്തിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ശാസ്ത്രം നിഷ്കർഷിക്കണ കൃത്യമായിട്ടുള്ള അർത്ഥം തന്നെ നിങ്ങൾക്ക് അവസാനം എത്തിച്ചേരുകയും ചെയ്യും നിങ്ങൾ. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നണ്ടേ? ആദ്യം ഇങ്ങനെ ചിന്തിക്കാമല്ലേ എന്ന് തോന്നണ്ടേ? നമ്മൾ എത്രയോ വർഷം ചിന്തിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കുട്ടിക്കാലത്ത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ രാമൻ നിൻ്റെ ആത്മാവാണെന്ന്, സീത നിൻ്റെ മനസ്സാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരും പറഞ്ഞു തന്നിട്ടില്ല. അഹങ്കാരമാണ് രാവണൻ. അഹങ്കാരം മനസ്സിനെ തട്ടിക്കൊണ്ടുപോയി. ആത്മാവ് തന്നെ വേണം അതിനെ രക്ഷിക്കാൻ എന്ന് ഒരർത്ഥം പറയുമ്പോൾ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് ഒരു തെളിച്ചം വരും. ഇതായിരുന്നു അല്ലേ എന്ന് നമ്മൾ. ഇതാണ് ഇതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം എടുക്കുമ്പോൾ. ആധ്യാത്മികമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അപ്രോച്ച് എടുത്ത് പഠിക്കാം. സനാതനധർമ്മം അത്ര സ്വതന്ത്രമാണ്. ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ ഗൈഡ് ലൈനുകളും വെച്ചിരിക്കുകയാണ്. ഇനി ധാർമ്മികത്തിലായിട്ടുള്ള മാർഗങ്ങളിലെടുത്തപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഗാന്ധിജി ആണെങ്കിലും അല്ലെങ്കിൽ രാംദാസ് ആണെങ്കിലും ശിവാജി മഹാരാജാവാണെങ്കിലും ഇവരിലൊക്കെ രാമായണം ധാർമ്മികമായിട്ട് ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ്. രാമായണത്തിനെ അവർ ധർമ്മഗ്രന്ഥമായിട്ടാണ് കണ്ടത്. എന്താണ് എത്തിക്കൽ, എന്താണ് ധാർമ്മികം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല ഒരു സമൂഹ ജീവിതത്തിലും ഒരു കുടുംബ ജീവിതത്തിലും അവനവൻ്റെ അകത്തുള്ള ആന്തരിക ലോകത്ത്. നമ്മുടെ ഉള്ളിലൊരു ലോകമുണ്ട് നമുക്ക്, അത് പുറത്ത് നമ്മുടെ കൂടെ നടക്കണവർക്ക് പോലും അറിയില്ല. ആ ലോകത്ത് നമ്മുടെ പെരുമാറ്റവും പുറത്തുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ഏതേത് നിയമങ്ങൾക്കനുസരിച്ചും ചിട്ടകൾക്കനുസരിച്ചിട്ടും ഘടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ ആയിരിക്കണം, എങ്ങനെ നമുക്ക് റിഫോംഡ് ആവാം എന്നുള്ളത് പഠിപ്പിക്കാനുള്ള ഒരു കാഴ്ചപ്പാട്. ഓരോ പ്രതിസന്ധിയുടെയും ശരിയായിട്ടുള്ള സൊല്യൂഷൻ എന്താ, റൈറ്റ് സൊല്യൂഷൻ ഫോർ എനി കോൺഫ്ലിക്റ്റ്, അതിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാലകാന്ഡം തൊട്ടിട്ട് ഉത്തരകാന്ഡം വരെ പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള ഉത്തരം അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ടഫ് ചോയ്സസ്. രാജ്യം വേണോ, അച്ഛൻ പറഞ്ഞത് കേൾക്കണം. അച്ഛൻ പറഞ്ഞത് എന്തിനു കേൾക്കണം? നമുക്ക് പറയാം, അച്ഛൻ ആ രണ്ടാമത്തെ ഭാര്യയോടുള്ള ഓവർ സ്നേഹം കൊണ്ട് എടുത്ത 2 കഥാപാത്രങ്ങൾ തീവ്ര ദുഃഖം അനുഭവിക്കുന്നത് മഹാഭാരതത്തിലും രാമായണത്തിലും കാണാൻ പറ്റി. അച്ഛന്മാരുടെ കാമം കാരണം ദശരഥന് ഇവിടെയും ശാന്തനുവിന് അവിടെയും, ഭീഷ്മരും ശ്രീരാമസ്വാമി. ഭീഷ്മരുടെ ആ ഒരൊറ്റ ശപഥമാണ് മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ കാരണം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം ഭീഷ്മർ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വംശങ്ങളൊന്നും ഈ കുഴപ്പം പിടിച്ച ഒരുത്തനും ഉണ്ടാവില്ലായിരുന്നു. ഈ കഥയേ ഇല്ല. അങ്ങൊരൊറ്റ ആളാണ് ഇതിന് കാരണം എന്നാണ് പറഞ്ഞത്. അത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഭഗവാന് മാത്രമേ ഉള്ളൂ. തന്നെ
ശ്രീരാമസ്വാമിക്കും ഇതേ വിഷയങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മൾ പറയും അവതാരോദ്ദേശം അങ്ങനെ ഇങ്ങനെ അതൊക്കെ നമ്മൾ പറയും. എന്നാലും ഭട്ടതിരിപ്പാട് ഒരു അസൽ കുത്തുവെച്ച് കൊടുക്കുന്നുണ്ട്. നാരായണീയത്തിൻ്റെ ആ ദശകം അവസാനിക്കുന്ന സമയത്ത് കാമം അധികമായാലും, അതായത് അഫെക്ഷൻ, പ്രണയം ഇതൊക്കെ അധികമായാലും, ധർമ്മം ഓവറായാലും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന കാണിച്ചു തരാനല്ലേ ഗുരുവായൂരപ്പ ഈ അവതാരം എടുത്തത്. അങ്ങനെയുള്ള നീ എൻ്റെ അസുഖത്തിനെ മാറ്റിത്തരണേ ഭഗവാനെ എന്നാ പറഞ്ഞു. ഭട്ടതിരി അത് കറക്റ്റായിട്ട് കുത്തി ചോദിക്കുന്നുണ്ട്. ഒരാളും ചോദിക്കാൻ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ്. ഗുരുവായൂരപ്പൻ ഒന്നും മിണ്ടാണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കാരണം എല്ലാ ശ്ലോകവും മോളി സമ്മതിച്ചു എന്നാണല്ലോ. അപ്പം ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏത് ധർമ്മം ഏതധർമ്മം അങ്ങനെ പഠിക്കണോ? അങ്ങനെ പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ രസം സ്വീകരിച്ച് പഠിക്കണോ? അതിൻ്റെ കാവ്യഭംഗി സ്വീകരിച്ച് പഠിക്കണോ? എന്തൊക്കെ വികാരങ്ങളാണ് കടന്നു പോകുന്നത് ഓരോ കാണ്ഡങ്ങളിലും, ഓരോ സന്ദർഭങ്ങളിലും മനുഷ്യനിൽ കടന്നു പോകുന്ന എന്തൊക്കെ വികാരങ്ങളുടെ ഒഴുക്ക്, വേലിയേറ്റങ്ങൾ, ശാന്തമായിട്ട് ചിലപ്പോൾ പതഞ്ഞൊഴുകി, ചിലപ്പോൾ അലറി വിളിച്ച്. രാമായണം മുഴുവൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യവികാരങ്ങളുടെ മുഴുവൻ ഈ ഒഴുക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായി? ഒരുതരം സൈക്കോളജിക്കൽ സ്റ്റഡി. അങ്ങനെ പഠിക്കണോ? മനസ്സിൻ്റെ തലത്തിൽ രാമായണം പഠിക്കണോ? ആ കാഴ്ചപ്പാടെടുക്കാം. ഇനി വളരെ ലൗകികമായ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഗീത ഫോർ മാനേജ്മെൻറ്റ്, ലെസൺസ് ഫ്രം രാമായണ ഫോർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ എന്താണ് ലീഡർഷിപ്പ്, നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, എന്താ കുടുംബത്തിൻ്റെ ഘടന, കോംപ്രമൈസ് എന്താ. ഏത് കാലത്തും കുടുംബം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു കോംപ്രമൈസ് ആയിരിക്കും, അല്ലേ? വിട്ടുവീഴ്ചയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. എവിടെ നമ്മൾ വിട്ടുവീഴ്ച സ്വമനസാല ചെയ്യുന്നോ അത് കുടുംബമായിരിക്കും. നമ്മൾ വേറൊരു വ്യക്തിക്ക് വേണ്ടി പോലും, ആരും അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി പോലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണ നിമിഷം ആ വ്യക്തി നമ്മുടെ കുടുംബത്തിലൊരാളോ ബന്ധുവായി. തത്വത്തിൽ അല്ലാത്തൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, വളരെ വലിയ വൈകാരിക പ്രശ്നങ്ങൾ വരുമ്പോൾ, സ്നേഹം ത്രാസിലിട്ട് തൂക്കേണ്ടി വരുമ്പോൾ, ആരെ ചൂസ് ചെയ്യണം എന്ന് തിരിച്ചറിയാതെ വരുമ്പോൾ, ആർക്ക് വേണ്ടിയിട്ടാണ് എത്രയോ കഷ്ടപ്പെട്ട് കടൽ കടന്ന് അവിടെ ചെന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പും കൂടെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വരികയാണ്. എന്തൊക്കെ തരം ക്രൈസിസുകളാണ് വരുന്നത്. അങ്ങനത്തെ ക്രൈസിസുകളെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? അതിനുള്ള പാഠങ്ങൾ എന്താണ്? ഇങ്ങനെ ലൗകികമായിട്ട്, ആധ്യാത്മികമായിട്ട്, ധാർമ്മികമായിട്ട് ഒരു രസികൻ്റെ ഭാവത്തിൽ രസത്തെ അറിഞ്ഞിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ തലത്തിൽ അതുവഴി പ്രാക്ടിക്കലായിട്ട് ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെ ഏത് കാഴ്ചപ്പാട് ഇങ്ങനെ തുറന്നു വയ്ക്കണം. ഒരു സദ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം, ഏത് രീതിയിൽ കഴിക്കാം. ഇലയുടെ ഇന്നവിടുന്ന് കഴിച്ചു തുടങ്ങണമെന്ന് നിർബന്ധമില്ല. അത് സ്പൂൺ കൊണ്ട് കഴിക്കാം, കൈ കൊണ്ട് വാരി കഴിക്കാം, നേരിട്ട് വായ കൊണ്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇന്ന പോലെ എന്ന് പറഞ്ഞു തരാനല്ല ഞാൻ വന്നത്. സാധ്യതകളുടെ ഒരു ലോകമുണ്ട് എന്ന് ഒന്ന് തുറന്ന് ഇട്ടുതരാൻ വേണ്ടി മാത്രം വന്നത്. അതിനെ നമുക്ക് എങ്ങനെ, ഈ പറഞ്ഞ അനവധി മാർഗങ്ങൾ പറഞ്ഞു. ശരി, ഇതിനെ എങ്ങനെ ഞാൻ ഒരു ക്രമത്തിൽ പഠിക്കും എന്ന് ചോദിച്ചാൽ, നിത്യം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം. അധികമൊന്നും വേണ്ട, 5-10 വരി, അതിൽ കൂടുതൽ. സഹസ്രനാമം പോലും പറയും മുഴുവൻ പാരായണം ചെയ്യണം. പക്ഷെ സഹസ്രനാമം പഠിക്കുമ്പോൾ 2 വരി വെച്ചേ പഠിക്കാവൂ. ബൈഹാർട്ടാക്കുമ്പോൾ അർത്ഥം ചിന്തിക്കും. മെല്ലെ പോയാൽ മതി, സമയമുണ്ടല്ലോ, ഒരു ധൃതിയില്ല. കുറഞ്ഞത് ഇത് മെല്ലെയായി അത് തീരുന്നവരെങ്കിലും ഭഗവാൻ ആയുസ് കിട്ടിത്തരും. അപ്പം അങ്ങനെയെങ്കിലും പഠിക്കുക, അതിനു വേണ്ടിയെങ്കിലും പഠിക്കുക. അപ്പോൾ ഇവിടെ നിത്യപാരായണം ക്വാണ്ടിറ്റിയെക്കാട്ടിലും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വരി വായിക്കുക, ആ വരിയിൽ നിന്ന് അപ്പം മനസ്സിലായ അർത്ഥം വായിക്കുക. നമുക്ക് സാധ്യതകളും എല്ലാ റിസോഴ്സസും ഉണ്ടെങ്കിൽ ചുറ്റും ചോദിക്കാവുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വാമിജിയൊക്കെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേറൊരു തലത്തിലുള്ള, നമ്മളത് സ്വപ്നത്തിൽ ചിന്തിക്കാത്ത അർത്ഥം അദ്ദേഹം പറഞ്ഞു തരും. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറിയുന്നവരോട് ചോദിക്കാം. അവർ പറഞ്ഞത് തൊണ്ട തൊടാണ്ട് വിഴുങ്ങരുത്. മഹാദേവനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് തൊണ്ട തൊടാണ്ട് വിഴുങ്ങരുത് എന്ന് സപ്തർഷികളോട് പറഞ്ഞാളാം. നീ പരീക്ഷിച്ചറിഞ്ഞ്
നിൻ്റെ അനുഭവത്തിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത് ശരി എന്ന് ഉറപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഗുരുനാഥൻ അല്ലേ? സത്യം. അമ്മ പറയണമാണ്, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണു. അപ്പോൾ അവനവൻ്റെ അനുഭവത്തിലേക്ക് വരണം. നമ്മൾ വേദാന്തത്തിൽ പഠിപ്പിക്കുമ്പോൾ വളരെ സിമ്പിളായി പറയും, ശ്രവണം, മനനം, നിധിധ്യാസനം എന്നൊക്കെ പറയും. കേൾക്കുക, കേട്ടതിനെ നന്നായിട്ട് ചിന്തിച്ചുറപ്പിക്കുക, എന്നിട്ടത് അനുഭവത്തിൽ കൊണ്ടുവരിക. അതാണ് നിധിധ്യാസനം. നല്ലൊരു ഗ്ലാസ് ജ്യൂസ് ഇരിക്കുന്നു, ആ ജ്യൂസിനെ നോക്കി അതിൻ്റെ നല്ല ഓറഞ്ച് കളർ, ഓറഞ്ച് ജ്യൂസ്, നല്ല രസം, നല്ല ചൂട് വെയിലൊക്കെ ഉള്ള സമയത്ത് നല്ല തണുത്ത ഓറഞ്ച് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് കാണാൻ. പാലക്കാട് വന്നാൽ നല്ല, നിങ്ങൾ എവിടെയും കഴിക്കാത്ത ഓറഞ്ച് സർബത്ത് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് തണുക്കും. അതാണ് ഈ ശ്രവണം പോലെ, അല്ലെങ്കിൽ ദർശനം, കണ്ടു. ഇനി മനനം എന്ന് പറഞ്ഞാൽ അത് രുചിക്കുക, അതങ്ങോട്ട് ഇങ്ങനെ രുചിക്കുക. അത് കുടിച്ചിട്ട് ആ ഗ്ലാസ് അവിടെ വെച്ചിട്ടൊരു ഇരിപ്പുണ്ട്, അതാണ് നിധ്യാസനം. അങ്ങനെ അത് അനുഭവത്തിൽ വരിക എന്ന് പറയും. ആ അനുഭവത്തിൽ വരുത്തുന്ന തരത്തിലേക്ക് ഓരോ വരിയും വായിച്ചാൽ ആരുടെയും സഹായമില്ല, ഭഗവാൻ തന്നെ ഗുരു എന്ന് വിചാരിച്ച് ഓരോ വരിയും വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്നലെ അതേ വരി വായിച്ചാൽ കിട്ടിയ അർത്ഥമായിരിക്കില്ല ചിലപ്പോൾ ഇന്ന് കിട്ടണം. നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഇതല്ലേ ഞാൻ ഇത്ര കാലം അന്വേഷിച്ച് നടന്നത്, അതല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് മനസ്സ് തുറന്നു വെക്കണം. അതിന് ഈ ഉടക്ക് മൈൻഡ് വെച്ചിട്ട് ഞാൻ അവിടെ അതല്ലേ വായിച്ച്, ഈ ആചാര്യൻ ഇതല്ലേ പറഞ്ഞ്, ഇവരൊക്കെ പുറത്തേക്ക് ഇറക്കി വിടണം തലേന്ന്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ വഴി അൺലേൺ എന്നുള്ളതാണ്. ഈ ചെറുപ്പം തൊട്ട് തലയെ കയറ്റി വെച്ചതിനൊക്കെ പുറത്തേക്ക് ഇറക്കി വിടണം. മുഴുവൻ പുറത്തേക്ക് ഇറക്കി വിട്ടതിന് ശേഷം നമ്മുടെ മാത്രം ഇൻഡ്യൂഷൻ വെച്ച്, നമ്മുടെ മാത്രം കാഴ്ചപ്പാടോടുകൂടി, നമ്മുടെ മാത്രം കണ്ണോട് കൂടിയിട്ട്, പൂർണ്ണ സമർപ്പണത്തോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പം നിത്യം പാരായണം ചെയ്യുക, മനനം ചെയ്യുക. മനനം ചെയ്യൽ മാത്രമല്ല, ഇനിയിപ്പോൾ പാടാൻ കഴിവുണ്ടോ ഇല്ലയോ ഒക്കെ ആണെങ്കിലും അതിനെ സങ്കീർത്തനമാക്കിയിട്ട്, കാരണം ഇത് പാടാനും കൂടിയുള്ളതാണ്. രാമായണം പാടപ്പെട്ടതാണ്, രാമായണം എഴുതപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. ശരി, വാൽമീകി പാടാനാ പഠിപ്പിച്ച് ലവനെയും കുശനെയും. അവരത് പാടി നടന്നു. അവർ പോയിട്ട് അച്ഛൻ്റെ യാഗത്തിൻ്റെ അവിടെയും പോയി പാടി. അപ്പം ഇതേതാ കുട്ടികളെ ചോദിച്ചു. അങ്ങനെ പാടിക്കൊണ്ട് നടന്നതാണ്, ഗാനം ചെയ്യപ്പെട്ട് നടന്നതാണ്. നമ്മളും ഗാനം ചെയ്യണം. രാമായണം ഗാനം ചെയ്യണം എന്നാണ്, പാടുക, ഈണത്തിൽ പാടുക. അപ്പോൾ ഒരു അനുഭൂതി ഉണ്ടാവും. ആ അനുഭൂതി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഭഗവാന് സന്തോഷമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മളാലാവുന്ന പോലെ അതിലാ ദിവസം വായിക്കുന്ന 5 വരിയോ 10 വരിയോ അത് നന്നായിട്ട് ആലപിക്കുക തന്നെ ചെയ്യുക. അങ്ങനെ സങ്കീർത്തനമായിട്ട് ചെയ്യുക. അത് മാത്രമല്ല, അവനവൻ ഇരിക്കുമ്പോഴും താല്പര്യമുള്ള മറ്റുള്ളവർക്കും അവനവൻ വായിച്ചതിനെയും മനസ്സിലാക്കിയതിനെയും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് പതിയും. പഠനത്തിൻ്റെ ഭാഗമാണ്. രാമായണത്തിനെയൊക്കെ ഇന്ന് പറഞ്ഞതിന് തന്നെ നാളെ പറയുമ്പോൾ നമുക്ക് തന്നെ പുതിയ ഒരു കാഴ്ചപ്പാട് വരും. വേറൊരു പുതിയൊരു ഓഡിയൻസാണ് വരണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പറയുമ്പോൾ വീണ്ടും പുതിയ രീതിയിൽ പറയാൻ പറ്റും. അങ്ങനെ നവമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതെപ്പോഴാണ് നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ ചേർന്ന് അതങ്ങോട്ട് ചേരുമ്പോൾ ഇതിങ്ങനെ ഉറവ പറ്റാത്ത കഥയുടെ ഒഴുക്കായിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ മാറും. മാത്രമല്ല, അതിൽ ഓരോ കഥാപാത്രവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളാണ് ഇന്ദ്രജിത്തെങ്കിൽ, നമ്മളാണ് ലക്ഷ്മണൻ എന്നുണ്ടെങ്കിൽ, നമ്മളാണ് ജാമ്പവാൻ എന്നുണ്ടെങ്കിൽ, നമ്മളാണ് ശ്രീരാമൻ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് വലുതും ചെറുതുമല്ല, മന്ദര നമ്മളാണെങ്കിൽ, മന്ദര വാസ്തവത്തിൽ ഏറ്റവും അനുഗ്രഹീതയായിട്ടുള്ള കഥാപാത്രമാണ്. മന്ദരയും ഭൂതനയും ഞാൻ എപ്പോഴും പറയും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെ ഭഗവാൻ ഉപയോഗിച്ചത് ഭഗവാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാധിക്കണതിൻ്റെ പ്രധാന റീസൺസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അവരെന്തോ വില്ലൻ കഥാപാത്രമാണ്. വാസ്തവത്തിൽ അവരാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് പുറം ലോകത്തിൻ്റെ മുന്നിൽ സ്വന്തം പേര് നശിച്ചിട്ടാണെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുക. അല്ലാത്തവർക്ക് നല്ലവരുള്ള ചമഞ്ഞ് നിൽക്കാനേ സാധിക്കുള്ളൂ. സ്വന്തം പേര് നശിച്ചവരാ. സ്വന്തം പേര് നശിപ്പിച്ചിട്ട് പൊതുസമൂഹം കാലാകാലങ്ങൾ മുഴുവൻ അവർ ശപിക്കപ്പെടുക. പക്ഷേ അവർ ആർക്ക് വേണ്ടി അത് ചെയ്തു എന്നുള്ളത് അവരുടെ സമർപ്പണമാണ്, അല്ലേ?
നിങ്ങൾ എത്ര പേര് മന്ധരെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പൂതനെ എത്ര പേര് ആ വിധത്തിൽ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഇപ്പോൾ പൂതനാമോക്ഷം ഞാൻ പറഞ്ഞത് കിടപ്പുണ്ട്, യൂട്യൂബ് കിടപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് കേട്ട് നോക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള പൂതനയുടെ കാഴ്ചപ്പാടിലല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. പൂതന ഇല്ലെങ്കിൽ വസുദേവനും ദേവകിയും ഒന്നിച്ച് ജീവിക്കുക പോലുമില്ല. അവരെ ഒരുമിപ്പിച്ച് ജീവിപ്പിക്കാൻ പറഞ്ഞത് പൂതനയാണ്. കാരണം പൂതനയുടെ ബുദ്ധിയാണ് കുഞ്ഞുങ്ങൾ ജനിക്കണം. കംസൻ രണ്ടുപേരും വെവ്വേറെ താമസിപ്പിക്കാനായിരുന്നു പ്ലാൻ. പൂതന വളർത്തമ്മയും കൂടിയാണ് കംസന്റെ. അത് അധികം പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കഥാപാത്രത്തിനെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഇന്നേ വരെ കാണാത്ത കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ രാമായണമാണെങ്കിലും അത് ഇങ്ങനെ പാടുള്ളൂ, അതങ്ങനെ അങ്ങനെ അങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല. നമുക്ക് ഉള്ളിൽ പ്രകാശമുണ്ടാക്കുന്ന ഏത് മാർഗം, നമ്മളെ നിരാശയിലേക്കും കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കും തള്ളിയിടാത്തത് എന്തും മുന്നോട്ടുള്ള വഴി തന്നെയാണ്. നമ്മളെ വിശ്വാസമില്ലായ്മ, വിശ്വാസരാഹിത്യം, വിശ്വാസ നിഷേധം, പരിഹാസം തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസിലേക്ക് തള്ളിവിടാത്ത ഏത് ഇൻ്റർപ്രിട്ടേഷനും നിങ്ങളെ മുന്നോട്ടേ കൊണ്ടുപോകും. പ്ലസ് ആയിട്ടുള്ള ഏത് ഇൻ്റർപ്രിട്ടേഷനും നിങ്ങളെ മുന്നോട്ടേ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ധർമ്മം എങ്ങനെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കണം, ധർമ്മത്തിന് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ അനുവർത്തിക്കേണ്ട ധർമ്മമുണ്ട്. ശ്രീരാമസ്വാമി അതിൻ്റെ മുകളിൽ പോയിട്ട് എല്ലാ കാലത്തുമുള്ള ധർമ്മത്തിനെ എല്ലാ കാലത്തും അപ്ലിക്കബിൾ ആണ് എന്ന് കരുതി ജീവിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ചെയ്ത ഒരാളായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. കൃഷ്ണാവതാരത്തിൽ എത്തുമ്പോഴേക്കും ഭഗവാൻ സന്ദർഭത്തിനനുസരിച്ചിട്ട് ധർമ്മത്തിനെ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജി പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കൃഷ്ണൻ രാമൻ അനുഭവിച്ച മനോദുഃഖം അനുഭവിക്കാത്തതിൻ്റെ കാരണം അതാണ്. പറയാൻ രാമൻ അനുഭവിച്ചതിനെക്കാട്ടിലും വലിയ ഡേഞ്ചറുകൾ കൃഷ്ണൻ്റെ ലൈഫിലുണ്ടായിരുന്നു. രാമായണം പഠിപ്പിക്കുന്നത് നമ്മളെ, ഭാരതം പഠിപ്പിക്കുന്നത്, ഭാഗവതം പഠിപ്പിക്കുന്നത് എല്ലാറ്റിലും നോക്കിയാൽ കാണാം ധർമ്മത്തിനെ എങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കരുത്. ഇതിൻ്റെ സൂചനകളായിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അത് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. പ്രപഞ്ചം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ വസ്തു, ഇതിനൊക്കെ അന്തര്യാമിയായിട്ടുള്ള എന്തോ ഒന്നുണ്ട്. ഒരു തുടക്കവും നടുക്കും ഒടുക്കവും ഒന്നും ഇല്ലാത്തൊരു വസ്തു. അതിനെ നമ്മൾ ബോധവസ്തു എന്ന് വിളിക്കും, അതിനെ തന്നെ ബ്രഹ്മം എന്നും വിളിക്കും. അതുണ്ട് എന്ന് നമ്മൾ പറയുന്ന അവിടെയാണ് അത് സത്യം എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാൽ അതിനെ സത്യം എന്ന് പറയും. അതുകൊണ്ടാണ് ഭാഗവതം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ, അല്ലേ? ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരി എന്താ? ജന്മാദ്യസ്യതോ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അവസാനിക്ക് സത്യം പരം ധീമഹി എന്ന്. ആ സത്യം അവിടെ ഉണ്ട് എന്നുള്ള അംഗീകരിച്ച് അടിച്ചുറപ്പിച്ച് പറയണം അത് അവിടെ ഉണ്ട്, അതേ ഉള്ളൂ, അതല്ലാതെ വേറൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു? അതവിടെ സത്യമായിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ്? എങ്ങനെയാണ് കാണാത്തൊരു വസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ്? നിരീക്ഷിച്ചിട്ട്, ഒബ്സർവ് ചെയ്തിട്ട്. എന്തിനും ഒബ്സർവ് ചെയ്തിട്ട് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു താളം കാണാം, ഒരു താളം. ആ താളത്തിനെ നോക്കി ഋഷിമാർ ആ താളം നോക്കിയപ്പോൾ ആ താളത്തിനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്ത് നശിച്ചാലും എന്തുണ്ടായാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും മാറാണ്ടൊരു സംഭവം നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആ താളത്തിനെ വിളിക്കുന്ന പേര് ഋതം എന്ന് പറയും. സംസ്കൃതത്തിൽ ഋതം തന്നെ ഓൾമോസ്റ്റ് ഇംഗ്ലീഷിലും ആ വാക്കുണ്ട്, ഋതം എന്ന് പറഞ്ഞിട്ടും വരും. ആ താളം നിലനിർത്തുന്നത് എന്താണ് അതിനെ ആ താളത്തിൽ നിലനിർത്തുന്നത്? എന്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ താളം നിലനിൽക്കുന്നത്? അത് ധർമ്മം. എന്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണോ ഈ ഋതം നിലനിന്ന് പോകുന്നത്? അത് ധർമ്മം. ഇതൊരു കാഴ്ചപ്പാടാണ്. ഇതിനെ ഇനി വേറെ തരത്തിൽ പറയാം. അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ബ്യൂട്ടി.
ഇപ്പം ഞാനീ പറഞ്ഞ് ഇപ്പം കേട്ടു, ഓ അപ്പം അതാണല്ലേ, അത് മാത്രമല്ല, അതാണല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല നമുക്ക്. അത് മാത്രമല്ല, എൻലെസ് പോസിബിലിറ്റീസാണ്. ഈ എൻലെസ് പോസിബിലിറ്റീസിലേക്ക് മനസ്സുകളെ തുറന്നിടുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധർമ്മം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ അത് പഠിപ്പിച്ചു തരും. നമ്മുടെ യഥാർത്ഥ സ്വരൂപം, ആത്മസ്വരൂപത്തിനെ അതിനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളതിനെ ഭക്തി എന്ന് വിളിക്കുന്നത്. അല്ലാത്തതൊക്കെ ആരാധനയാണ്, നമ്മുടെയൊക്കെ ആരാധനയാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ മോശമായിട്ട് പറയില്ല, ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിലും നമ്മളൊക്കെ ആരാധകരാണ്. നമ്മളൊക്കെ ഭഗവാന്റെ ഫാൻസ് അസോസിയേഷൻകാരാ പറയാറുണ്ട് ഞാൻ തമാശയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദേവൻ വളരെ മികച്ചതും മറ്റേത് മോശം എന്നൊക്കെ പറയുന്നത്. ഭക്തനത് പറയാൻ സാധിക്കില്ല. അവൻ്റെ ദേവതയെ തന്നെയാണ് സകലതായിട്ടും കാണുക. ഈ ദേവത വലുതും വേറെ അതിൻ്റെ താഴെ കുറേ ഡെമിഗോഡ്സും ഉണ്ടാവില്ല. എല്ലാ ദേവതയും എൻ്റെ ദേവനാണ്. കൃഷ്ണനെ ആരാധിക്കുന്നവൻ, കൃഷ്ണൻ്റെ യഥാർത്ഥ ഭക്തൻ, മഹാദേവനെ കണ്ടാലും അമ്മയെ കണ്ടാലും കൃഷ്ണ എന്നേ വിളിക്കുള്ളൂ. അമ്മയുടെ ഭക്തൻ ഗുരുവായൂരപ്പനെ കണ്ടാലും വൈക്കത്തപ്പനെ കണ്ടാലും അമ്മയെന്നേ വിളിക്കുള്ളൂ. വൈക്കത്തപ്പൻ്റെ മഹാദേവൻ്റെ ഭക്തൻ ഏത് ദേവതയെ കണ്ടാലും മഹാദേവ അച്ഛാന്നേ വിളിക്കുള്ളൂ. അങ്ങനെ സാധിക്കുള്ളൂ. അപ്പം ഭക്തി എന്ന് പറയുന്നത് അവനവൻ്റെ പ്രകാശസ്വരൂപത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. അത് രാമായണം വായിക്ക തേച്ചും എനിക്ക് വരുന്നത് അനുഭവത്തിൽ വരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ ഉള്ള എന്തൊക്കെ ദുഷിപ്പുകളുണ്ടോ, ആ ദുഷിപ്പുകളുടെ മുഴുവൻ ഒരാകത്തുകയായിട്ടാണ് രാവണനെ എല്ലാവരും പറയാറ്. രാവണനിലും ചില നന്മകളുണ്ട്. കാരണം ഈ ചില ദുഷിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രം ലൗകികത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ലോകത്തിന് ദ്രോഹമായിട്ട് പോരുതെന്ന് പറയും. ഉദാഹരണത്തിന് ഈഗോ എന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ട് ശരീരത്തിലിരിക്കെ പൂർണ്ണമായിട്ട് ഈഗോനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല, ജഡാവും. അതുകൊണ്ട് രാവണനെ മുഴുവൻ അങ്ങോട്ട് കളയാൻ പറ്റുന്ന ശരീരത്തിലിരിക്കെ വിചാരിക്കേണ്ട. ശരീരം കളഞ്ഞാൽ, ശരീരത്തിനെ അതിൻ്റെ ശരിയായ രീതിയിൽ ത്യജിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് പോവുള്ളൂ. ഈഗോ തന്നെ 2 തരമുണ്ട്. രാവണൻ അതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവമാണ് എന്ന് കരുതൽ മാത്രമല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയണത് അതിലും ഭീകര ഈഗോ ആണ്. ഈ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഈഗോ ആണ് ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ ശത്രു. ഞാൻ ഒരു സംഭവമാണെന്ന് കരുതുന്നത് പിന്നെയും ഭേദം. അപ്പം ഈ വിധത്തിൽ രാവണന് തന്നെ അനവധി ഇൻ്റർപ്രട്ടേഷൻ, ഈ 10 തലയ്ക്കും ഓരോന്നിനും ഓരോ ദുർഗുണത്തെ കൊടുത്തിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതികളുണ്ട്. അപ്പം അകത്തുള്ള രാവണനെ കൊല്ലുന്നതാണ് യഥാർത്ഥ രാമായണം എന്ന് പറയും. ആ സാമാന്യ അർത്ഥത്തിലെടുത്താൽ തന്നെ പോലും നമ്മളിത് പറഞ്ഞു പോകുന്നല്ലാണ്ട് ആരും ഒരു ആത്മപരിശോധന ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലെ രാമൻ ആരാണ്, ആ രാമന് ശക്തിയുണ്ടോ, അതോ നമ്മുടെ അകത്തെ രാവണനാണോ ശക്തി എന്ന് പോലും ചിന്തിക്കാറില്ല. അപ്പോൾ രാമായണം ഈ 30 ദിവസമാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒരു വർഷക്കാലം നിങ്ങൾ പഠിക്കൽ, ജീവിതകാലം മുഴുവൻ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനെ എങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് അവനവൻ്റേതായിട്ടുള്ള ഏത് രീതി ആവിഷ്കരിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കർക്കിടക മാസത്തിൽ നിങ്ങൾ അതാത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഇന്നവിടം തൊട്ട് ഇന്നവിടെ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിയമാവലികളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടുവന്നിട്ടുള്ള കാലങ്ങളായിട്ടുള്ള ഒരു പാരായണ രീതിയുടെ ഭാഗമാണ്. 30 ഡിവൈഡ് ചെയ്തിട്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിനെ അങ്ങനെ വായിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ക്ഷേത്ര സംരക്ഷണ സമിതി അതിൻ്റെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സാധാരണക്കാർക്ക് ഉപകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും കൺഫ്യൂഷനാണ്. ഓരോ ദിവസം വായിക്കേണ്ട പാരായണ ഭാഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യാപകമായിട്ട് കൺഫ്യൂഷനാണെന്ന് പറഞ്ഞിട്ട് അവരതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ഇന്നൊക്കെ ഞാൻ കണ്ടു പല സ്ഥലത്തും. അതവിടെ അതിൻ്റെ ഒരു ഭാഗത്ത് നടക്കട്ടെ.
ആ രാവിലെ ഞാൻ ഇന്നത്തെ രാമായണം വായിച്ചു തീർത്തു എന്ന് പറഞ്ഞിട്ടുള്ള തൃപ്തിക്ക് ഉപരിയായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക. ഇപ്പം ഇന്നിപ്പോൾ 1-ാം ദിവസം കഴിഞ്ഞു, എന്നാലും നാളെ തൊട്ട് മറ്റന്നാൾ തൊട്ട് ദിവസം ഒരു ചോദ്യത്തിനെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ഒരു ശ്രമം നടത്തുക. അതിന് രാമായണത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് വായിക്കാം. ചിലപ്പോൾ പറയാറില്ല 7 വരി തള്ളി ഇത്ര അക്ഷരം തള്ളിയിട്ടെന്ന്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള ചോദ്യങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാവാം, എന്തും ആവാം. ആ ഗ്രന്ഥവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ഒരു കണക്ഷൻ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഞാനിത് കയ്യിലെടുത്തു. എനിക്ക് അപ്പം നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. നിങ്ങൾ ഇതേവരെ ചിന്തിക്കാത്ത ഉത്തരങ്ങൾ അതിൻ്റെ അകത്ത് കിട്ടുമ്പോൾ ഈശ്വര ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം നമ്മൾ അതുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ്റെ ബോണ്ടിങ് എന്ന് പറയും, അത് വളരെയധികം വർദ്ധിക്കും. ഗ്രന്ഥമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഏത് ഗ്രന്ഥത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഓരോ കാണ്ഡങ്ങളായിട്ട് എടുത്താൽ തന്നെ ബാലകാണ്ഡം ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാലകാണ്ഡത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ തുടക്കം നമ്മുടെ ഉള്ളിലുള്ള അച്ചടക്കത്തിൽ നിന്നാണ് തുടങ്ങണമെന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗമാണ് ബാലകാണ്ഡം. അതിൻ്റെ ട്രെയിനിങ്ങാണ്. ശ്രീരാമനെ തന്നെ വിശ്വാമിത്രൻ കൊണ്ടുപോകുന്നതും ആ കാട്ടിൽ കൊണ്ടുപോകുന്നതും എന്താ പറയുക ബലിയും അതിബലിയും ഉപദേശിക്കുന്നതും താടകാവധവും ഇങ്ങനത്തെ അനവധി ഭാഗങ്ങളിലൊക്കെ കാണുന്നത് ധർമ്മം പിച്ച വെച്ച് നടക്കാൻ തുടങ്ങണമെന്നാണ് നമ്മൾ ശരിക്കും കാണുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണല്ലോ പറയുക. വിഗ്രഹം ശരീരമെടുത്തിട്ടുള്ള ധർമ്മമാണ് ശ്രീരാമൻ എന്ന് പറയും. അപ്പോൾ ആ ധർമ്മം പിച്ച വെച്ച് നടന്നത് എങ്ങനെയാണെന്നുള്ള ഒരു യാത്ര നമുക്കതിൽ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താ? ഇതാണ് ഫസ്റ്റ് ചോദ്യം. രാമൻ തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എങ്ങനെ കണ്ടുപിടിച്ചു? രാമായണത്തിൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പർപ്പസ് ഇല്ലാണ്ടാവുമ്പോൾ ആശയറ്റവരായി പോകുന്നതായിട്ടും കാണാം. ദശരഥൻ പർപ്പസ് ഇല്ലായ്മയിൽ പോകണം. ആലോചിച്ച് നോക്കണം. 10 ദിക്കിലിക്കും തേരോടിക്കാൻ കഴിയുന്ന ആളായതുകൊണ്ടാണ് ദശരഥൻ എന്ന് പേര്. നിമി എന്നുള്ള രാജാവ് ദശരഥൻ എന്നുള്ള പേരിലേക്ക് വരും. എന്നാൽ ശ്രീരാമസ്വാമിക്ക് എപ്പോഴാണ് ജീവിതത്തിൻ്റെ പർപ്പസ് അറിയുന്നത്? വിശ്വാമിത്രൻ്റെ കൂടെ പോകുമ്പോഴാണ്. സീതയ്ക്ക് എപ്പോഴാണ് പർപ്പസ് അറിയുന്നത്? സീതയ്ക്ക് വാസ്തവത്തിൽ പർപ്പസ് അറിയുന്നത് രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ. അതുവരെയും സീത ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നൊരു കഥാപാത്രമാണ്. രാവണൻ വന്ന് തട്ടിക്കൊണ്ടുപോകുന്ന നിമിഷത്തിലാണ്. സീതയ്ക്ക് രാമനല്ലാണ്ടൊരു ലോകമില്ല എന്ന് വാൽമീകി രാമായണത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ആ ഗുഹൻ്റെ ഒപ്പം ഗംഗ കടക്കണ സമയത്ത് ആ തോണിയിലിരുന്നിട്ട് ഗംഗയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്ന ഈ മഹാപുരുഷൻ എൻ്റെ പ്രാണനാണ് അമ്മേ, ഒരാപത്തും കൂടാണ്ട് ഞങ്ങൾക്ക് ഈ വനവാസം പൂർത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു ദിവസം ഈ ഗംഗ തിരിച്ചിങ്ങോട്ട് മുറിച്ച് കിടക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അന്ന് നിനക്ക് ഇന്നിന്ന വഴിപാടുകൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദേവി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുന്ന് എല്ലാം ഭഗവാനിൽ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന സീത വലിയ ദുഃഖം, ആ വേർപിരിവ് വരുമ്പോഴാണ് സീതയിലെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. തന്നെ പിടിച്ചു നിൽക്കുകയാണ്. പിന്നെയുള്ള മാസങ്ങൾ ആ ഒറ്റയ്ക്ക് എന്തിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ആ ഉടുത്ത വസ്ത്രം മാത്രം ഉടുത്തിട്ട് ആ അശോകവനികയിൽ ഇരുന്നത് എന്നുള്ള ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. ഹനുമാൻ വന്ന് കാണുമ്പോൾ അമ്മ എൻ്റെ ചുമലിൽ കയറുക, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വേറെ വല്ലവരാണെങ്കിൽ ശരി എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് അതുപോലും. അപ്പോൾ ആ റെസല്യൂട്ട്നെസ്, ആ ഉറപ്പ്, ആ സീത തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് കാട്ടിലുള്ള സമയത്ത് ആ സീത നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ എന്താ പറയുക കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരുടെ പർപ്പസ് എങ്ങനെ കണ്ടുപിടിച്ചത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഏറ്റവും ആകർഷിക്കുന്നത് ഇതിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് തിരിച്ചറിയുന്നതിൻ്റെ സന്തോഷം. ഞാൻ പല പ്രഭാഷണങ്ങളും പറഞ്ഞിട്ട് കോടംകുളങ്ങര പോലും അവിടെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോലും ഞാൻ പറഞ്ഞതാണ്. ഹനുമാൻ സ്വാമിയുടെ ഒരു ശാപം കൊണ്ട് താൻ ആരാണെന്ന് പോലും തൻ്റെ ശക്തി എന്താണെന്ന് പോലും അറിയാണ്ട് അനാഥനായി ഏതോ തന്നെക്കാട്ടിലും എത്രയോ ശക്തി കുറഞ്ഞിട്ടുള്ള ഒരുത്തൻ്റെ അടിമയായി അവൻ്റെ പാദസേവകനായി കാട്ടിൽ മരത്തിൻ്റെ മുകളിലിരുന്നിട്ട് ഇവനെ കൊല്ലാൻ അവൻ്റെ കൂടപ്പറപ്പിൻ്റെ സൈന്യങ്ങളോ ആരെങ്കിലും ചതിച്ചു കൊല്ലാൻ വരുന്നോ നോക്കിയിട്ട് ഇരിക്കുന്ന ഒരു പാറാവുകാരൻ, ഏറുമാടത്തിൽ ഇരിക്കുന്ന ഒരു പാറാവുകാരൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ
ഒരു ദിവസം 2 ചെറുപ്പക്കാർ വരുന്നത് കാണും. ആ കാണുന്ന നിമിഷമാണ് ഹനുമാൻ്റെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. തൻ്റെ ജീവിതം കൊണ്ട് എന്താണ് പർപ്പസ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരാളിൽ ഉണ്ടാവുന്ന പരിവർത്തനം എന്താ പഠിക്കണമെങ്കിൽ അത് ഹനുമാൻ്റെ ജീവിതം കണ്ടാവും. വേറൊന്നും വേണ്ട. എല്ലാ ആശയും മറ്റൊരാൾ, അംഗവൈകല്യം പോലുള്ള ഒരാൾ. സോ എല്ലാ അർത്ഥത്തിലും ഹനുമാൻ്റെ നമ്മൾ ശരിക്കും അദ്ദേഹത്തിനെ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ജീവിതം അദ്ദേഹത്തിൻ്റെ. ആ മൊമെൻ്റ് വരെ, ആ മൊമെൻ്റാണ് ഭഗവാനെ കാണുന്ന ആ നിമിഷമാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്. ആ ചേഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ പർപ്പസ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ചാൽ നമ്മുടെ പർപ്പസ് എന്താണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുക. എന്താണ് എൻ്റെ മുന്നോട്ടുള്ള പാത? എന്ത് സങ്കല്പം വെച്ചാണ് ഞാൻ ഇനി പോകേണ്ടത്? രാമായണത്തിൽ ഏത് കഥാപാത്രത്തിൻ്റെ ജീവിത വഴിയാണ് എൻ്റെ ജീവിത വഴിയായിട്ട് എലൈനായിട്ട് പോകുന്നത്? ഇതൊരു ചോദ്യം. ഈ ചോദ്യം തന്നെ നിങ്ങൾ കണ്ടെത്തണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ചോദ്യമാവാം. ഐഡിയ ഈസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ എൻ്റെ മനസാക്ഷി പറയണത് കേൾക്കുന്നുണ്ടോ, മുതിർന്നവർ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ കാലത്ത് ചോദിക്കാൻ പാടില്ല. കുറഞ്ഞത് ചോദിക്കാവുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മനസാക്ഷി പറഞ്ഞത് കേൾക്കാറുണ്ടോ? കാരണം ഈ മനസാക്ഷിക്കൊരു പ്രശ്നമുണ്ട്. ഒരു മനുഷ്യൻ്റെ മനസ്സ് പൂർണ്ണ വളർച്ച എത്തുന്നത് 5-ാമത്തെ വയസ്സിലാണ്. 5 വയസ്സ് വരെയാണ് മനസ്സ് പൂർണ്ണ വളർച്ച എത്താത്തത്. അതുകൊണ്ട് തന്നെ ഈ 5 വയസ്സിന് താഴെയുള്ള കാലത്താണ് കുട്ടികളായിരിക്കുമ്പോൾ പലതും കാണുകയൊക്കെ ചെയ്യുക, ചില ദർശനങ്ങളൊക്കെ ഉണ്ടാകുക ആൾക്കാർക്ക്. അങ്ങനെ 5 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു ധാരണ വന്നു, നമ്മൾ ഈ ശരീരമാണ്, ഇപ്പോൾ ഇന്ന പേരുള്ള ഇന്ന ആൾ, ഇന്ന ആളുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്, ഇവരൊക്കെയാണ് എൻ്റെ ബന്ധുക്കൾ, ഞാൻ ഇന്ന ജാതിയിലാണ്, ഇന്ന സ്കൂളിലാണ്, ഇന്നതാണ് എൻ്റെ ഭാഷ, ഇങ്ങനെ തുടങ്ങി 100,000 കാര്യങ്ങൾ. ഇത് രസം എന്താണെന്ന് വെച്ചാൽ തലയിലൊരു, ഞാൻ തമാശ പറയും, ഒരു ചക്ക വീണാലോ ഒരു ഇടി വെട്ടിയാലോ മറന്നു പോകുന്നതാണ് ഇതെല്ലാം. സ്വന്തം പേര് പോലും. ചുരുക്കി പറഞ്ഞാൽ സമൂഹം പുറത്തുനിന്ന് കൊടുത്തിട്ടുള്ള അറിവാണ് നമ്മൾ ഓരോരുത്തരും. അതല്ലാണ്ട് നോക്കിയാൽ നമ്മളെന്താ? നമ്മളൊന്നുമല്ല. ഇപ്പം നമുക്ക് ഒരു ടോട്ടൽ അമ്നീഷ്യ വന്നാൽ നമ്മുടെ ഐഡൻറ്റിറ്റി പോലും മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ? നമ്മൾ പിറന്ന ഉടനെ നമ്മളെ എടുത്ത് മറ്റൊരു വീട്ടിൽ കൊണ്ടേ വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്നുള്ള മേൽവിലാസത്തിലായിരിക്കും വളർന്നുണ്ടാവുക. ഇപ്പം നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് അഭിമാനിക്കണതിൽ എന്താ ഉള്ളത്? അല്ലേ? ഒന്നും അഭിമാനിക്കേണ്ടതായിട്ടില്ല. ആകെ ഉള്ളതൊരു ബോധം മാത്രമാണ്, ഞാനുണ്ട്. അത് ഈ ശരീരത്തിലിരിക്കും. ഈ ശരീരമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു വസ്തു ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇതാണ് എന്ന് പറയണം. അതാണ് ആദ്യത്തെ നമ്മുടെ ചിന്ത, അതാണ് നമ്മുടെ മനസ്സിൻ്റെ ആദ്യത്തെ വിത്ത്. അതിന് സ്വയം ഒരു ഉൾക്കാഴ്ചയുണ്ട് എപ്പോഴും. ആ ഉൾക്കാഴ്ച നമ്മൾ പറയും വോയിസ് ഓഫ് ഗോഡാണ്, കോൺഷ്യൻസ്, മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. കുട്ടിക്കാലത്ത് തന്നെ ഇത് ഫോം ചെയ്ത് വന്നിട്ടുണ്ടാവും. ആദ്യം അത് പറയും, ഒരു കാര്യം തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തെറ്റ് ചെയ്യരുത് പറയും. നമ്മൾ അതനുസരിച്ചാൽ അതിന് ശക്തി വർദ്ധിക്കും. അതനുസരിച്ചില്ലെങ്കിൽ അത് ഒന്ന് വീക്കാവും. രണ്ടാമത്തെ തവണ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ പറയും വേണ്ടാട്ടോ പറയും. നമ്മളത് കേൾക്കാണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നത്തെ തവണ അത് വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അത് പിടയ്ക്കും, മിണ്ടില്ല. പക്ഷെ അപ്പോഴും നമ്മൾ അതേ തെറ്റ് ചെയ്ത് 4-ാമത്തെ തവണ ആകുമ്പോഴേക്കും എന്താ വെച്ചാൽ അത് ഡെഡാവും. ഇതിനെ നമ്മൾ മനസാക്ഷി മരവിച്ചു എന്നൊക്കെ പറയും. പക്ഷേ പിന്നെ ഒരിക്കലും നമുക്ക് ഉള്ളിൽ നിന്ന് ഗൈഡൻസ് കിട്ടില്ല. ആ ഗൈഡൻസ് പിന്നെ നമ്മൾ ഉണർത്തുന്നത് ജപം കൊണ്ട്, സാധന കൊണ്ട്, സത്സംഗം കൊണ്ടൊക്കെയാണ്. പിന്നെ മെല്ലെ 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 അത് ഉണർത്തിക്കൂടെ. അതുകൊണ്ട് മിക്കവരുടെയും 99.9% ആൾക്കാരുടെ യഥാർത്ഥ മനസാക്ഷി എന്നോ മരിച്ചിട്ടുണ്ടോ, എന്നോ ഡെഡായിട്ടുണ്ടോ. ആ പവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മളാരും ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന പല സ്ഥലങ്ങളിലും എത്തിയിട്ടില്ല. നമ്മൾ അങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. അതുകൊണ്ട് മനസാക്ഷി എന്ന് പറയുന്നത് എന്താണ്? ശ്രീരാമൻ എപ്പോഴും തൻ്റെ അകത്തേക്ക് നോക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ഒരാളാണ്. ഭഗവാനെ ശ്രദ്ധിച്ചാൽ കാണാം, അകത്ത് നോക്കി ചോദിക്കും. ലക്ഷ്മണൻ അകത്തേക്ക് നോക്കിയിട്ട് വ്യാകുലപ്പെട്ടിരുന്ന ആളാണ്.
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഈ അനീതി എന്തുകൊണ്ട് എപ്പോഴും റെബല്യസ് ആയിട്ട് ചിന്തിക്കുക. ഇങ്ങനെ ഓരോ കഥാപാത്രത്തിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതിൽ ആരോ ഒരാളാണ് നമ്മളതെന്ന് മനസ്സിലാവും. രാവണനിലുണ്ട്, മണ്ഡോദരിയിലുണ്ട്, ഇന്ദ്രജിത്തിലുണ്ട്, അംഗദനിലുണ്ട്, ബാലിയിലുണ്ട്, സുഗ്രീവനിലുണ്ട്, താരയിലുണ്ട്, ഓരോ കഥാപാത്രം ഗുഹനിലുണ്ട്. ഓരോരുത്തരിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മനസാക്ഷിയുടെ കളി കാണാൻ സാധിക്കും. അത് തന്നെ ഒരു വിഷയമാണ് രാമായണത്തിന് എടുത്തിട്ട് നമ്മൾ പറയും. നമ്മൾ എപ്പോഴും നമ്മുടെ മനസാക്ഷിയെ ശ്രദ്ധിക്കുന്നുണ്ടോ, അത് പറയുന്നത് അനുസരിക്കുന്നുണ്ടോ, അതോ നമുക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമാണോ നമ്മൾ അനുസരിക്കുന്നത്? ഇത് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ടെക്സ്റ്റാണ് രാമായണം. സന്ദർഭത്തിനനുസരിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് മനസാക്ഷി പറഞ്ഞത്, പക്ഷെ മിക്കപ്പോഴും കേൾക്കാറില്ല. അങ്ങനെയാണോ, അതോ എപ്പോഴും കേൾക്കാറുണ്ടോ, അതോ ഒരിക്കലും കേൾക്കാറില്ലേ? എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു ചിന്ത. അത് അനീതി കണ്ടാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുമോ, അതോ ഞാൻ അവർക്ക് വേണ്ടി ചോദ്യം ചോദിക്കുമോ, അബലരായിട്ടുള്ളവരെ ഞാൻ രക്ഷിക്കുമോ, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദൗർബല്യങ്ങളെ ഞാൻ എങ്ങനെയാണ് നേരിടുന്നത്? ഇങ്ങനെ അകത്തും പുറത്തുമുള്ള അനവധി ചോദ്യങ്ങൾ ഉള്ള ഉത്തരം ബാലകാണ്ഡത്തിൻ്റെ അകത്ത് കാണാം. നമ്മളെ ഒരാൾ പുകഴ്ത്തിയാൽ, നമുക്ക് വലിയൊരു അധികാരം കയ്യിൽ വന്നാൽ നമ്മൾ മതിമറക്കുമോ? തീവ്ര ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വീഴുമോ? ഇതൊക്കെ ഈ ആദ്യത്തെ ആ കാണ്ഡത്തിൽ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. നമ്മുടെ കംഫർട്ട് സോണുകൾ എന്താണ്? കംഫർട്ട് സോണുകൾ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രീരാമൻ ശരിക്ക് ഏറ്റവും വലിയ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകണതാണ്. 2 തവണ പോകും. ആദ്യം വിശ്വാമിത്രൻ്റെ കൂടെ പോകും. കാട്ടിൽ പോയിട്ട് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല, നടന്ന് തളരും. 12 വയസ്സ് കുട്ടിയാണ്. എന്നിട്ട് രാവിലെ എണീക്കണില്ല. അപ്പം പുലർകാലമായി എന്ന് വിളിച്ചറിയിച്ചപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞ വരികളാണ് കൗസല്യ സുപ്രജാ രാമ പൂർവാസന്ധ്യ പ്രവർത്തത എന്ന് പറഞ്ഞിട്ട് രാമായണത്തിലെ വരികളാണ് എടുത്തിട്ട് വെങ്കടേശ്വര സുപ്രഭാതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകമായിട്ട് ഉപയോഗിച്ചത് കവി. അപ്പം കംഫർട്ട് സോണുകൾ വിട്ട് പുറത്തേക്ക് പോവുക. 12 വയസ്സിലും പോയി, വിവാഹശേഷം പട്ടാഭിഷേകത്തിന് തൊട്ട് മുമ്പ് വിച്ഛിന്നാഭിഷേകത്തിൻ്റെ തുടർന്നിട്ട് 14 കൊല്ലം കാട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ആ കംഫർട്ട് സോണുകൾ വിട്ടു പോകാൻ സാധിക്കണം. നമ്മൾ വളരെ സുഖകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വളർച്ചയുണ്ടാവണമെങ്കിൽ, ലോകത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകളിലേക്ക് നമ്മൾ ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന തോണി നമ്മൾ കുലുക്കിയേ പറ്റും. പ്രത്യേകിച്ച് ഓളമൊന്നും നദിയിലില്ലെങ്കിലും നമ്മളിരിക്കണ തോണി നമ്മൾ ഇടയ്ക്കൊന്ന് കുലുക്കിയില്ലെങ്കിൽ നമ്മൾ മടിയന്മാരാവും. ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോകും. എന്നിട്ട് പറയും എന്താണ് ജീവിതം മടുത്തു, ഒരു പർപ്പസും ഇല്ല. അപ്പം കുറച്ച് നമ്മൾ ആദ്യകാലങ്ങളിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളോടെ വീട് വെക്കണം, പിന്നെ മക്കളുടെ ജോലി, പിന്നെ മക്കളുടെ പ്രസവം, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം, കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും ഇല്ലാണ്ടാവും. അത് എന്തുകൊണ്ട് അങ്ങനത്തെ ഡ്രൈ സംഭവത്തിലേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കംഫർട്ട് സോണുകളിൽ തന്നെ പോയിട്ടിരിക്കണോണ്ടാണ്. വാസ്തവത്തിൽ ഈ ശരീരം വീഴുന്നത് വരെയും കംഫർട്ട് സോണിൽ ഇരിക്കാൻ പാടില്ല. ഭാരതവും രാമായണവും ഒക്കെ പഠിപ്പിച്ചതാണ് കംഫർട്ട് സോണിൽ ഇരിക്കാനേ പാടില്ല. ഓരോ നിമിഷവും എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഓരോ നിമിഷവും അനിശ്ചിതമായിരിക്കണം. ഓരോ നിമിഷവും അൺപ്രഡിക്റ്റബിൾ ആവണം ജീവിതം. അത് ഗൃഹസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിലും അങ്ങനെയാണ്. അൺപ്രഡിക്റ്റബിലിറ്റിയുടെ ബ്യൂട്ടിയിലാണ് ഈ 2 ധർമ്മം നിൽക്കുന്നത്. അൺപ്രഡിക്റ്റബിലിറ്റിയുടെ ബ്യൂട്ടിയിലാണ്. അത് രാമായണം വായിച്ചു കഴിഞ്ഞാൽ അസലേ മനസ്സിലാവും. അൺപ്രഡിക്റ്റബിലിറ്റിയുടെ ബ്യൂട്ടിയിലാണ് മൊത്തം കഥ പോകുന്നത്. പിന്നെ വാക്കിൻ്റെ ശുദ്ധി എനിക്കുണ്ടോ? അതേപോലെ എൻ്റെ ഗുരു ആരാണ്? വസിഷ്ഠനെ പോലൊരു ഗുരു എനിക്കുണ്ടോ? വിശ്വാമിത്രനെ പോലൊരു ഗുരു ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിനെ എവിടെ നിന്ന് കിട്ടണം? ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ചിന്തിക്കാനുള്ള ഐഡിയകൾ മാത്രമാണത്. അതേമാതിരി തന്നെ മകനോടുള്ള ധർമ്മമാണോ ഭാര്യയോടുള്ള ധർമ്മമാണോ കാത്തു സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രജകളോടുള്ള ധർമ്മമാണോ വലുത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ദശരഥൻ്റെ അവസ്ഥയിലാണോ ഞാൻ? അല്ലെങ്കിൽ അതുപോലൊരു ഡിലമ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ദശരഥൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. വേണ്ടാത്ത പ്രോമിസ് ഒന്നും ചെയ്തേക്കരുത്. അത് പിന്നീട് വലിയ പുലിവാലായിട്ട് വരും. ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും ഇത് കർമ്മത്തിൽ കിടക്കും. ഇത് അനുഭവിക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ജനിക്കേണ്ടി വന്നേക്കാം.
അതുകൊണ്ട് വികാരമാണോ ധർമ്മമാണോ ഞാൻ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ജീവിതത്തിൽ എന്ത് പൊടുന്നനെയുള്ള മാറ്റം വന്നാലും ഞാനത് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് സ്വീകരിക്കുമോ, അതോ ഞാൻ കാറി വിളിച്ച് ബഹളം ഉണ്ടാക്കുമോ? ഇപ്പം നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ലാതെ, പക്ഷെ ഒരു മഹാവിപത്ത് വരികയാണ്, ഞാൻ എങ്ങനെ പെരുമാറും, ഞാൻ എങ്ങനെയായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുക? നമ്മളത് ചിന്തിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർഡ് അല്ലാണ്ടാവണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടെക്സാസിലെ ഒരു ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി, ന്യൂ മെക്സിക്കോയിലും ഉണ്ടായി. ഈ രണ്ട് സ്ഥലത്തുള്ള ജനങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവരൊരിക്കലും വിചാരിച്ചില്ല അവിടെ ഒരു നദി പൊട്ടി പുറത്തു വരും. മനുഷ്യൻ പ്രിപ്പയർഡ് ആവുന്നത് എപ്പോഴും ആദ്യം മനസ്സിലാണ്. പുറത്ത് എത്ര പ്രിപ്പയർഡ് ആയാലും അകത്ത് പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനസ്സിനെ ശ്രദ്ധിക്കാനാണ് നമ്മുടെ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, നമ്മുടെ പരമ്പരകൾ മുഴുവൻ പഠിപ്പിച്ചത്. ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ശരീരം പ്രിപ്പയർഡ് ആക്കാനാണ്. ശരീരം പ്രിപ്പയർഡ് ആയിട്ട് കാര്യമില്ല. അകത്ത് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഈ പുറത്തെ പ്രിപ്പറേഷൻ കൊണ്ട് ഗുണമുള്ളൂ. അകത്ത് പ്രിപ്പയർഡ് ആക്കുകയാണ് ചെയ്യണം. ദശരഥൻ്റെന്ന് പഠിക്കേണ്ടത്, കൈകേയുടേന്ന് പഠിക്കേണ്ടത്, കൗസല്യയുടേന്ന് പഠിക്കേണ്ടത്, സുമിത്രയുടേന്ന് പഠിക്കേണ്ടത്. നോക്കൂ, കാഴ്ചപ്പാടുകളാണ്. കാഴ്ചപ്പാടുകളുടെ ബ്യൂട്ടിയാണ്. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവും, ഹൗ ഈച്ച് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ടോട്ടാലിറ്റി. എങ്ങനെയാണ് ഒരു സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണത്തിലേക്ക് ഓരോ വ്യക്തികളുടെയും വീക്ഷണം. സുമിത്ര നോക്കൂ, സുമിത്ര പറഞ്ഞു കൊടുക്കുന്നതാണ് രാമായണത്തിൻ്റെ കോർ ശ്ലോകം, അല്ലേ? പരരുചി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോൾ സുമിത്രാവാക്യം എന്ന് പറയുന്ന 4 വരി പഠിച്ചാൽ രാമായണം പഠിച്ചു എന്നാ പറയാ. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിൽ വിദ്ധി ഗച്ഛതാത യഥാസുഖം. രാമനെ ദശരഥനായിട്ടും ജനകാത്മജ സീതയെ ഞാനായിട്ടും, അയോധ്യ ആണ് കാട് എന്നും വിചാരിക്കുക, സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇത്രേ വേണ്ടു ജീവിതത്തിൽ. അതിൻ്റെ അർത്ഥം എവിടെ കിടക്കണമെന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് കണ്ടെത്തുക. ഓരോരുത്തരുടെ ഉള്ളിലും നവനവമായിട്ട് പുതിയ പുതിയ അർത്ഥങ്ങൾ വരും അതിൻ്റെ അകത്ത്. പിന്നെ ഇനി വേറൊരു ചോദ്യം അയോധ്യാകാണ്ഡത്തിൽ കയറുമ്പോൾ നല്ല രസമായിട്ട് വരുന്നത്, ഞാനിപ്പോൾ അവസാനിപ്പിക്കും, 8:30 അവസാനിപ്പിക്കും. വളരെ രസമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെ, എൻ്റെ അധികാര പരിധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പ്രായമാകുമ്പോൾ അച്ഛനമ്മമാരും നമ്മുടെ അധികാര പരിധിയിലാണ്. അതുവരെ നമ്മൾ അവരുടെ അധികാര പരിധിയിലായിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ അവർ നമ്മുടെ അധികാര പരിധിയിലാവും, അല്ലേ? അങ്ങനെ അധികാര പരിധിയിൽ വരുന്നവരെയൊക്കെ തന്നെയും ഞാൻ ധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നുണ്ടോ, അതോ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ഞാൻ അവരെ എന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടോ? പല വീടുകളിലും വിളക്ക് കൊളുത്തണമെങ്കിൽ പോലും ഭർത്താവിൻ്റെ ഭാര്യയുടെ അനുവാദമാണ്, ആരുടെയെങ്കിലുമൊക്കെ അനുവാദം വേണം. ഒരു നാമം ജപിക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളത് ആദ്യം വേണ്ടത് ആധ്യാത്മികതയിലാണ്. കാരണം അതേ ഉള്ളൂ രക്ഷാമാർഗം. പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരും. മനസ്സിനെ സ്വതന്ത്രമാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അത്ര എളുപ്പമല്ല. കാരണം എല്ലാവർക്കും വേണ്ടത് ഇമോഷണൽ അടിമകളെയാണ്. മറ്റൊരാൾ വൈകാരികമായിട്ട് നമ്മുടെ അടിമയായിട്ട് ഇരിക്കണം എന്നാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതൊരു മൃഗീയ വാസനയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മുടെ ആചാര്യന്മാർ പണ്ടേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ദശരഥനെ പോലൊരു ധർമ്മിഷ്ഠനെ കൈകേയി ചെയ്യണത് എന്താ? അദ്ദേഹത്തിനെ ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കുന്നതെന്ന് തടസ്സപ്പെടുത്തുന്നു. എന്ത് പണ്ട് തന്ന ഒരു വരം പറഞ്ഞിട്ട്, അല്ലേ? അത് തടസ്സപ്പെടുത്തുന്നത് വഴി കൈകേയി ഉണ്ടാക്കി വിടുന്ന ടേമോയിൽ, ഭീകര സിറ്റുവേഷൻ എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ രാമൻ സീതയുടെ അഗ്നിപ്രവേശം ആവശ്യപ്പെടുമ്പോൾ അമ്മയ്ക്ക് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വാദിക്കായിരുന്നു. പക്ഷെ അവിടെ രാമൻ അനുസരിക്കുകയാണ് സീത ചെയ്തത്. അതൊരിക്കലും ഒരു സ്ത്രീയുടെ അടിമത്വമൊന്നുമല്ല, ധർമ്മത്തിനെ വാല്യൂ ചെയ്തുകൊണ്ടാണ്. രാമൻ എന്ന വ്യക്തിയോടുള്ള പ്രണയത്തിനേക്കാൾ ഉപരി ധർമ്മത്തിന്, താൻ ലോകത്തിന് മാതൃകയാവണം എന്നുള്ള ആ ഈശ്വരീയമായ ഗുണമാണ് അഗ്നിപ്രവേശത്തിന് അമ്മ ഉടനെ തന്നെ സമ്മതിക്കുന്നതിൻ്റെ കാരണം. ഇങ്ങനെ അനവധി 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 ഇൻസ്റ്റൻസുകൾ. ഇനി വേറൊരു സ്ഥലം നോക്കൂ,
ലക്ഷ്മണൻ പറയണു രാവണൻ വൃത്തികെട്ടവൻ, രാവണനെ കൊല്ലണം, അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോഴും രാമൻ പറയണത് എന്താ? അയാളിൽ നിന്ന് നല്ലത് പഠിക്കാനുണ്ട്, അയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് അയാളിൽ നിന്ന് നല്ലത് സ്വീകരിക്കണം. സജഷൻസേ കൊടുക്കുന്നുള്ളൂ, അടിച്ചു പഠിപ്പിക്കുന്നില്ല, എവിടെയും അടിച്ചു പഠിപ്പിക്കുന്നില്ല. ഹനുമാന്റെ അടുത്ത് ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല, നീ എൻ്റെ അടുത്ത് ജീവിതകാലം മുഴുവൻ അടിമയായിട്ട് എൻ്റെ കാലിൽ കിടക്കണം എന്ന് എവിടെയും പറയുന്നില്ല. ഒരു ഘട്ടത്തിൽ അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും ചോദിക്കുന്നുണ്ട്. ഹനുമാന്റെ സ്നേഹം കണ്ടിട്ട്, ഇത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് ആരാന്ന് ചോദിക്കും കണ്ണ് നിറഞ്ഞിട്ട്. നീ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടല്ലോ, ഞാൻ നിനക്ക് ആരാ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ഹനുമാന്റെ അടുത്ത് ഭഗവാൻ. കാരണം നമ്മളവിടെ ഒരാൾ അത്ര സ്നേഹം കാണിക്കുമ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ല, അയാൾ ഇങ്ങോട്ട് ഇങ്ങനെ സ്നേഹം തന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്നിട്ട് അവസാനം നമ്മൾ ചിന്തിക്കും, ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത് എന്ന് ചിന്തിക്കില്ലേ? അതേപോലുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എനിക്ക്, ഞാൻ നിനക്ക് ആരാന്ന് ചോദിക്കും. അതിനാണ് ഹനുമാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഉത്തരമുള്ളത്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉത്തരമാണ്. അവിടുന്ന് ആത്മസ്വരൂപമാണെങ്കിൽ ഞാനും അവിടുന്ന് ഒന്നാണ്. ഭഗവാനെ, നീ ആത്മാവാണെങ്കിൽ ഞാനും നീ ഒന്നാണ്, രണ്ടും ആത്മാവാണ്, ഒന്നാണ്. നീ യജമാനനായിട്ടുള്ള ശരീരത്തിൻ്റെ രൂപത്തിൽ നിൽക്കണവനാണെങ്കിൽ ഞാൻ നിന്റെ ശരീരരൂപിയായിട്ടുള്ള ദാസനാണ്. നീ ജീവന്റെ സ്വരൂപമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പ്രണയിക്കണ ഭക്തനാണ്. ഒരാശയത്തിനെ എങ്ങനെയാ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ എത്രയെത്ര രത്നങ്ങൾ പോലുള്ള ചിന്താ ശകലങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല, അത്രമാത്രം. ലക്ഷ്മണനിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശ്നം നമ്മൾക്കൊക്കെ ഉണ്ട്, എടുത്തിയാട്ടം, ഇമ്പൾസീവ്നെസ്. ലക്ഷ്മണൻ്റെ എടുത്തിയാട്ടങ്ങൾ, ധർമ്മസങ്കടങ്ങൾ, സദാ തിളച്ചു പറയണ മനസ്സ്. അദ്ദേഹം സർപ്പമാണ്, സർപ്പത്തിന് അങ്ങനെ പറ്റുള്ളൂ. സർപ്പം എപ്പോഴും എരിഞ്ഞുകൊണ്ടായിരിക്കുക, സംഘർഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്വഭാവം കാണിക്കും. ബലരാമനിൽ എന്താണോ അതേമാതിരിയാണ്. ബലരാമനിൽ മദ്യം കൂടെ വരും, ഇവിടെ മദ്യമില്ല എന്ന് മാത്രം. ആ സ്വഭാവം രണ്ടുപേരുടെയും ഒരേപോലെയാണ്. കോപം, തിളച്ചു മറിയൽ, എടുത്തിയാട്ടം. എങ്ങനെയാണ് വിധേയത്വവും അതേസമയം ശാന്തതയും നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുക? വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. ലോയൽറ്റിയും ഇരിക്കെ തന്നെ, ഒരാളോട് ലോയലായി ഇരിക്കെ തന്നെ എങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റും? പലപ്പോഴും പറ്റില്ല. ലോയലായിട്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പുറമേക്ക് ലോയലായിരിക്കും, അകത്ത് ലോയലാവണമെന്നില്ല. ലക്ഷ്മണനെ കണ്ടു പഠിക്കേണ്ടതാണ് ലോയൽറ്റിയും കാംനെസ്സും എങ്ങനെയാണ് ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളത്. വളരെ പ്രധാനമാണ്. അതേമാതിരി തന്നെ നമുക്ക് കൈകേയിയുടെ നിയന്ത്രണ സ്വഭാവമുണ്ടോ? നമ്മൾ നമ്മളോടുള്ള മറ്റുള്ളവരുടെ സ്നേഹത്തെ വെച്ച് അവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ? ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് നമ്മളില്ലാതൊരു ജീവിതമില്ല, നമ്മളെ ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് മുതലെടുക്കുന്നുണ്ടോ? ആത്മപരിശോധന നടത്താനുള്ള കഥാപാത്രമാണ് കൈകേയി എന്ന് പറയും. ഇങ്ങനെയൊക്കെ എത്ര വേണമെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് വെറുതെ ചിന്തിക്കണതിന് പകരം അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ഓരോ ദിവസം മനസ്സിൽ വരണ ഒരു ചോദ്യം എഴുതുക. ആ രാമായണ ഭാഗം വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കേന്ദ്രീകരിച്ച് വരുന്നൊരു ചോദ്യത്തെ അതിലെഴുതുക. വലിയ അഗാധ ദുഃഖം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും ശ്രീരാമനെ പോലെ നിശ്ചലത എനിക്കുണ്ടോ? ഉണ്ടാക്കാൻ സാധിക്കുമോ? ഏത് ഘട്ടം വരുമ്പോഴാണ് മാക്സിമം പിടിച്ചു നിൽക്കണം ഞാൻ തളർന്നു വീഴാറ്? പലർക്കും അവനവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാത്തതിൻ്റെ കാരണം അവനവൻ്റെ യഥാർത്ഥ കേപ്പബിലിറ്റീസ് തിരിച്ചറിയായ്മയാണ്. അതറിഞ്ഞാൽ ഹനുമാന്റെ വരിയും നമ്മുടെ സാധ്യതകളും സാധ്യതയില്ലായ്മകളും തിരിച്ചറിഞ്ഞാൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ നോട്ട് ചെയ്യുക, എഴുതി വയ്ക്കുക, അവനവനോട് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഓരോ കാണ്ഡങ്ങൾ ചെല്ലുമ്പോഴും ആരണ്യകാണ്ഡം എടുക്കുമ്പോൾ നമ്മുടെ അകമാണ്, നമ്മുടെ മനസ്സാണ് ആ കാട് എന്ന് വിചാരിക്കുക. അവിടെ ഏത് ഭാഗത്തിനെയാണ് നമ്മൾ ചെന്ന് നോക്കാൻ ഭയപ്പെടുന്നത്? കാടിൻ്റെ ഏത് ഭാഗത്തേക്ക് കയറി ചെല്ലാനാണ് നമുക്ക് ഭയം? കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡാർക്ക് സീക്രട്സ് എന്ന് പറയും.
ചിലതിനെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കും. നമ്മൾ ചിന്തിക്കേണ്ട, ആരെങ്കിലും പറയുമ്പോൾ തന്നെ പറയാം, അതിനെക്കുറിച്ച് മിണ്ടിപ്പോരുതെന്നാണ് പറയാം. ഇനി നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മൾ അങ്ങോട്ട് നോക്കില്ല, അവിടേക്ക് ഒരു ടോർച്ച് പോലും അടിച്ച് നോക്കില്ല. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ട്രോമയായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. ശ്രീരാമൻ പ്രവേശിക്കുന്ന കാട് വാസ്തവത്തിൽ നമ്മുടെ മനസ്സാകണ കാട് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ചെല്ലാൻ ഭയപ്പെടുന്ന സകല സ്ഥലത്തും നമ്മൾ വെളിച്ചമായിട്ട് കയറി ചെന്നാൽ വലിയൊരു പരിധിവരെ നമ്മുടെ ബാല്യകാലം തൊട്ടുള്ള പല മുറിവുകളും തന്നെ ഉണങ്ങിപ്പോകും. ആരണ്യകാണ്ഡത്തിൻ്റെ പഠനം കൊണ്ട് അങ്ങനെയാണ്. അങ്ങനെ അനവധി. കിഷ്കിന്ധാകാണ്ഡത്തിൽ എത്തുന്ന സമയത്ത് ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ഒരു ചൈതന്യം പ്രത്യക്ഷപ്പെടുന്ന അവിടെയാണ്. എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാൾ. സുഗ്രീവനും ബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സഹവർത്തിത്വത്തോട് കൂടിയിട്ടിരിക്കേണ്ട തുല്യബലവാന്മാരായിട്ടുള്ള രണ്ട് ശത്രുക്കളെ, എന്താ പറയുക, സഹോദരങ്ങൾ ശത്രുക്കളായിട്ട് മാറുകയാണ്. എല്ലാവർക്കും വളരാനുള്ള സാഹചര്യവും വിട്ടുവീഴ്ച ചെയ്യലും ഒക്കെ ആവശ്യമാണ്. ഇല്ലാണ്ടായി പോയതാണ് പിടിച്ചെടുക്കലുകൾ. കൂടപ്പറപ്പുകൾ തമ്മിൽ മത്സരിച്ച് പിടിച്ചെടുക്കലുകൾ വരുന്നതാണ് ബാലടി സുഗ്രീവൻ്റെ കഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന മാതിരി സുഗ്രീവൻ സുഖിച്ചല്ലോ. സുഗ്രീവൻ ചിരഞ്ജീവിയാണ്. അദ്ദേഹത്തിന് ലൈഫ് ലോങ് മരണമില്ലാതെ റിഗ്രറ്റോട് കൂടിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇന്ന്. കാരണം കൂടപ്പറപ്പിനെ കൊന്നു അല്ലേ? ഓരോരുത്തരുടെയും കഥയുടെ അകത്ത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ചലഞ്ചസും ദുഃഖങ്ങളും നമുക്ക് കാണാനും. സുന്ദരകാന്ഡം മാത്രം തന്നെ അനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് തരും. യുദ്ധകാണ്ഡത്തിലെത്തുമ്പോൾ യഥാർത്ഥ വിജയം എന്താ, യഥാർത്ഥ തോൽവി എന്താണ്? നമ്മൾ ജീവിതത്തിൽ സാധാരണ കാണുന്ന കാര്യങ്ങളാണോ വിജയം എന്ന് പറയുന്നത്, അതോ നമ്മൾ തോൽവി എന്ന് കരുതുന്നതാണോ ശരിക്കുള്ള തോൽവി? ഇതിൻ്റെ മാറ്റരച്ച് നോക്കേണ്ട സ്ഥലമാണ് യുദ്ധകാണ്ഡം. കാരണം രാവണൻ വീഴുമ്പോൾ രാവണൻ ജയിച്ച പോലെയാണ് രാവണൻ വീണത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 20,000 വയസ്സാണ് രാവണൻ. 19,999 വർഷവും രാവണൻ കിങ് തന്നെയാണ്. അവസാനത്തെ ഒരു വർഷമാണ് രാമായണത്തിൻ്റെ കഥ നടക്കുന്നത്. അതിൽ ചെയ്യണ ഒരു അബദ്ധമാണ് രാവണനെ വീഴ്ത്തുന്നത്. സിനിമയിൽ ഞാൻ പ്രഭാഷകങ്ങൾ പറയാറുണ്ട്, 14 റീലിൽ 13 റീലും വില്ലനാണ് സിനിമയെ കൊണ്ടുപോവുക. വില്ലൻ നന്നായാലേ ഹീറോയിന് എന്തെങ്കിലും വിലയുള്ളൂ. വില്ലൻ കൊള്ളാത്തതായാൽ ഹീറോ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല അല്ലേ? രസകരമായിട്ടൊരു കാഴ്ചപ്പാടാണ് രാവണന്റെ കാഴ്ചപ്പാട് കൂടെ രാമായണം പഠിക്കുക. അത് ഇന്നീ ആൾക്കാർ പറഞ്ഞ സബ് ടെക്സ്റ്റ് വായിക്കുന്ന നോൺസെൻസിലല്ല. രാവണന് കൊടുക്കേണ്ട മഹിമ, വലിയ മഹിമകളുണ്ട്. അത് ശ്രീരാമൻ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ ബുദ്ധിജീവികൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചപ്പാടല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ പ്രകാശം വീഴ്ത്തുന്ന ഏത് മാർഗത്തിലും നിങ്ങൾക്ക് രാമായണം പഠിക്കാം. രാവണന്റെ കാഴ്ചപ്പാടിലും രാമായണം അതിഗംഭീരമായിട്ട് പഠിക്കാൻ പറ്റും. അധ്യാത്മരാമായണത്തിലും കമ്പരാമായണത്തിലും സംസ്കൃതത്തിൽ ഒരു ഭാഗത്തിൽ വരുന്നുണ്ട്, അതേമാതിരി തമിഴിലും. അവസാന യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രാവണൻ സ്വയം ആലോചിക്കുന്ന ആത്മകഥം, എനിക്ക് വേണമെങ്കിൽ ഭഗവാന്റെ കാൽക്കൽ പോയി നമസ്കരിച്ച് മാപ്പ് പറയാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നെ പിന്നെ ഈ ഭൂമിയിൽ പിടിച്ചിരിക്കാലോ, എനിക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകണ്ടേ, എത്രയും പെട്ടെന്ന് എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുള്ളത് കൊണ്ട് യുദ്ധത്തിന് ഞാൻ പോവുക തന്നെ എന്ന് പറഞ്ഞാണ് പോണത്. അതൊരു കാഴ്ചപ്പാടാണ്. അതിൽ കഥയുടെ ബ്യൂട്ടിയോ അല്ലെങ്കിൽ പണ്ട് ജയവിജയന്മാർക്ക് കിട്ടിയ ശാപത്തിൻ്റെ വിഷയമല്ല, ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ രാവണൻ എത്രമാത്രം ഭഗവാന് വേണ്ടി ലോങ് ചെയ്തിരുന്നു, ഭഗവാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു സാക്ഷാത്കാരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രീതിക്ക്. വിദ്വേഷം കൊണ്ട് ഭഗവാനെ കീഴടക്കിയ ആൾക്കാരാണ് അവരൊക്കെ അല്ലെ. ഹിരണ്യകശിപുവും രാവണനും ശിശുപാലനൊക്കെ 10,000 കൊല്ലം തപസ് ചെയ്തവരെക്കാട്ടിലും കൂടെ എളുപ്പത്തിൽ മോക്ഷം മേടിച്ചു പോയവരാണ് വിദ്വേഷം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് അല്ല. രാമരാജ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു സാമ്രാജ്യമാണ്. ഈശ്വരൻ്റെ സാമ്രാജ്യം മനസ്സ് സൃഷ്ടിച്ചാൽ അത് രാമരാജ്യം. അവിടെ രാമരാജ്യത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ രാമരാജ്യത്തിൻ്റെ വർണ്ണന വരുന്ന ഭാഗത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ പല സംഭവങ്ങളും അതിൻ്റെ അകത്ത് വരും. രാമൻ വിചിത്രമായിട്ടുള്ള ധർമ്മനീതികൾ നടപ്പാക്കുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ
അത് ഭഗവതർ ഉത്തരരാമചരിതം എടുത്ത് വായിച്ചാൽ പോലും ആ കഥയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജാപ്പനീസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൈസൻ എന്ന് പറയും അല്ലേ? കോർപ്പറേറ്റ് വേൾഡിലുള്ളവർക്കറിയാം കൈസൻ എന്താണ്. കൈസൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇൻക്രിമെൻ്റൽ ഇമ്പ്രൂവ്മെൻ്റ് എന്നർത്ഥം. ചാടിക്കയറിയിട്ട് ഇന്നെ കയറിയിട്ട് എല്ലാം നേരാക്കാമെന്ന് വിചാരിക്കരുത്. ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നു, നാളെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, മറ്റന്നാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഇങ്ങനെ ഒരു വർഷം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ കഴിഞ്ഞ വർഷം ഈ ദിവസമുള്ള ആളായിരിക്കില്ല നിങ്ങൾ. വീട്ടിൽ തന്നെ ഒരുപാട് ചപ്പും ചവറും കൂടി കിടക്കണു. ഒരു ദിവസം മെനക്കെട്ടിറങ്ങി രാവിലെ തൊട്ട് നേരാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിലപ്പോൾ കിടപ്പിലാവും. കുറേശ്ശെ വൃത്തിയാക്കുക. അങ്ങനെ ക്രമത്തിൽ ഇതേമാതിരിയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം. ഇതിൻ്റെ അകത്തുള്ള ചപ്പും ചവറും ഈ ജന്മത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ളതല്ല, ജന്മങ്ങളായിട്ടുള്ളതാണ്. മെല്ലെ കളയാൻ പറ്റും. അതിനെ സഹായിക്കാനായിട്ട് നാമജപം കൊണ്ട് ശക്തിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കണം. നാമം ജപിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചിന്തയിലേക്ക് മനസ്സ് വരും. ചിന്തകളുടെ എണ്ണം കുറയും തോറും മനസ്സിലെ ചപ്പും ചവറും കുറയും. അങ്ങനെ ഒരു ചിന്തയാകണ നാമത്തിൽ മാത്രം എത്തിക്കാനാണ് ഈ നാമം ജപിക്കുന്നത്. അങ്ങനെ കുറച്ച് കൊണ്ട് ക്ലൻസ് ചെയ്യുക അകത്ത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ സ്റ്റെപ്പുകൾ എടുക്കുക. കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കണ ആരും ചെയ്താൽ മതി. ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. ഒന്നും അന്വേഷിക്കേണ്ട, ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ പറയുന്നത് ഒരു അവസാന വാക്കോ ഒന്നുമല്ല, രാമായണം വായിക്കാനുള്ളതല്ല, നിങ്ങളായി മാറാനുള്ളതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ അതായിട്ട് മാറാനുള്ള യാത്രയാണ് രാമൻ്റെ അയനം. രാമൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാ. ആ ആത്മാവ് തന്നെയാണ് നമ്മളെന്നുള്ള ബോധ്യത്തിൽ വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ധർമ്മവും തമ്മിൽ കോൺഫ്ലിക്റ്റായി എന്ത് ചെയ്യും? ഇതും ധർമ്മം അതും ധർമ്മം എന്ത് ചെയ്യും? ഒരാൾ പറയുന്നത് അയാൾ അതോറിറ്റി ആയിട്ടുള്ള ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് ആളാണ്, അല്ലെങ്കിൽ മുതിർന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ പറയണത് ശരിയാവുമോ? അനുസരിക്കണോ? ദശരഥൻ പറഞ്ഞത് അധർമ്മ, പക്ഷെ അച്ഛനായിപ്പോയി അല്ലേ, ഇൻ കോട്ട്സ്, രാജാവുമായിപ്പോയി, അനുസരിക്കേണ്ടി വന്നു. അത് പക്ഷെ ശരിയാണോ ധാർമ്മികമായിട്ട്? ഇങ്ങനത്തെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്താ രാമായണത്തിൻ്റെ കോർ പർപ്പസിനെ ചോദ്യം ചെയ്യണോ ചോദിക്കും. ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനത്തെ സന്ദർഭങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിക്കണം. അതേമാതിരി ഏതാണ് ഏറ്റവും ഉയർന്ന ധർമ്മം? ധർമ്മം എപ്പോഴാണ് മറ്റൊരു വ്യക്തിക്ക് മുറിവേൽപ്പിക്കുന്ന തരത്തിലായിത്തീരുന്നത്? വേറൊരാൾക്ക് മുറിവേൽപ്പിക്കപ്പെടുന്നത് ധർമ്മമാണോ? അങ്ങനെയാണ് ഈ ധർമ്മത്തിൻ്റെ നിർവചനം എന്താ? ഇതൊന്നും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ വിചാരം ഇത് ഫിലോസഫിയാണ്, ഇതൊക്കെ വേറെ പല ആൾക്കാർക്കും പറഞ്ഞ അല്ല. ഇത് നമ്മൾ വീടുകളിൽ, നമ്മൾ ഗൃഹസ്ഥര്, നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഇത് ചിന്തിച്ചാൽ നമ്മുടെ നാട് ഇന്നത്തെ അവസ്ഥയിലാവില്ലേരും. കാരണം ഇതിൻ്റെ ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒന്നിനും കൊള്ളാത്തവരായി മാറിയത്. നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കാര്യം, നമ്മുടെ ചുറ്റുവട്ടം, ഇത് മാത്രം നമുക്ക് ആയി മാറാനുള്ള കാരണം ഇതാണ് കാരണം. അപ്പോൾ ഇങ്ങനെ ധർമ്മത്തിനെ കുറിച്ചാണെങ്കിലും, തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണെങ്കിലും, വ്യക്തിത്വത്തെക്കുറിച്ചാണെങ്കിലും, മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ മനസ്സിനെയോ മറ്റുള്ളവരുടെ എന്താ പറയുക സ്വഭാവ രൂപീകരണത്തിനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും, ബന്ധങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും, വികാരങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും, ഇനി ഇതിലൊക്കെ ഉപരി ശാസ്ത്രം പഠിപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ ഉയർന്ന സങ്കേതങ്ങൾ, സങ്കല്പങ്ങൾ, സിംബോളിസം എന്ന് പറയുന്നത്, അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകണം. ഇപ്പോൾ സീതയെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികാർത്ഥം എന്താ? ജടായുവിൻ്റെ ചിറകരിഞ്ഞിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികാർത്ഥം എന്താ? അതല്ലാന്നുണ്ടെങ്കിൽ സമ്പാദി എന്തിനെ കുറിക്കുന്നു? സമ്പാദി ഒരു വലിയ സിമ്പിളാണ് ശരിക്കും. സമ്പാദി എന്ന് പറയുന്നത് ആത്മാന്വേഷണത്തിൻ്റെ പാതയിൽ നമ്മൾ ചരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേക തരം മാർഗദർശകം തരുന്ന ഗുരുവിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ് സമ്പാദി. ജടായു അതുപോലെയാണ്. ഓരോ ഘട്ടങ്ങളാണിത് ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. അതേപോലെ ഹനുമാൻ ആരാണ്? ഹനുമാൻ പ്രാണനാണ്, ഹനുമാൻ മനസ്സാണ് എന്നൊക്കെ നമ്മൾ പറയും. കർണാടകത്തിൽ പോയ ഹനുമാൻ സ്വാമി മുഖ്യപ്രാണൻ എന്നാണ് വിളിക്കുക തന്നെ. ഉടുപ്പി അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ മുഖ്യപ്രാണൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുക. കാട് എന്താണെന്ന് പറഞ്ഞു. ലങ്ക എന്താ? ലങ്ക എന്ന് പറഞ്ഞ ഒരു രാജ്യമാണോ, അതോ നമ്മുടെ അകത്തുള്ള എന്തോ ഒരു കാര്യമാണോ, നമ്മളിൽ തന്നെയുള്ള എന്തോ ഒരു ഗുണത്തിനെയാണോ പറയണത്?
നമ്മുടെ ബുദ്ധിയാണോ ലങ്ക എന്ന് പറയുന്നത്? ഈ വിധത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുക. അതേമാതിരി തന്നെ പ്രാക്ടിക്കലായിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലും അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ ശ്രീരാമൻ എങ്ങനെയാണ് ഒരു മാതൃകാ പുരുഷനായത്, എങ്ങനെയാണ് ഒരു മാതൃകാ രാജാവായത്, ഭരണാധികാരിയായത്, അതൊക്കെ എല്ലാം ഇന്ന് പ്രാക്ടിക്കലാണോ? ശ്രീരാമൻ്റെ കാലത്തുള്ളതിൽ വെച്ച് ഇന്ന് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇന്ന് സാധിക്കില്ല? ഈ എന്തൊക്കെ ഇന്ന് സാധിക്കില്ല എന്ന് മനസ്സിലായാലാണ് സമൂഹം എത്ര മാറിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീക്ക് പോയിന്റുകൾ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുക, എന്തൊക്കെ ഇന്ന് പ്രാക്ടിക്കൽ അല്ല എന്ന് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ വയലൻസ് എന്ന് പറയുന്നത്, അക്രമം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ പേരിൽ ജസ്റ്റിഫയബിൾ ആണോ? പ്രധാന ക്വസ്റ്റ്യനാണ് നമ്മുടെ കാലഘട്ടത്തിൽ. ധർമ്മത്തിൻ്റെ പേരിൽ അക്രമം എന്നുള്ളത് ജസ്റ്റിഫയബിൾ ആണോ? കൊല്ലുക, ജീവൻ എടുക്കുക എന്നുള്ളത് ജസ്റ്റിഫയബിൾ ആണോ? അതേപോലെ തന്നെ ഒരു അതിശക്തനോ അല്ലെങ്കിൽ ഒരു അധാർമികനോ ആയിട്ടുള്ള ഭരണാധികാരിയെ നമ്മൾ എങ്ങനെ നേരിടും? ബാലിയുണ്ട്, രാവണനുണ്ട്, 2 എക്സാമ്പിൾസ്. ഇങ്ങനൊരു ഭരണാധികാരിയാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ നേരിടാൻ സാധിക്കും? ഇങ്ങനത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരെ. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിനോടുള്ള നമ്മുടെ സ്നേഹവും സമൂഹത്തിലുള്ള നമ്മുടെ റോളും തമ്മിൽ ബാലൻസ് ചെയ്യുക? ആ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. അവർക്ക് വലിയ ടെക്സ്റ്റ് ബുക്ക് അത് ഹൗ നോട്ട് ടു എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഹൗ ടു മാത്രമല്ല, ഹൗ നോട്ട് ടു, എങ്ങനെ പാടില്ല എന്നും പഠിപ്പിക്കുന്നതാണ് രാമായണം. ഇനി ഇതൊക്കെ പോട്ടെ, സാധാരണ ആൾക്കാർക്ക് ഭക്തിയുടെ കാഴ്ചപ്പാടിൽ, സമർപ്പണത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഹനുമാന്റെ ഭക്തി എങ്ങനെയാണ്? സീതയുടെയോ ലക്ഷ്മണൻ്റെയോ ഗുഹൻ്റെയോ ജാമ്പവാന്റെയോ അംഗദൻ്റെയോ വിഭീഷണൻ്റെയോ ഒക്കെ ഭക്തിന്ന് വ്യത്യാസം. ഇവരിൽ ആരുടെ ഭക്തിയാണ് എൻ്റെ ഭക്തിയായിട്ട് സാമ്യത? എൻ്റെ റോൾ മോഡൽ ആരാണ് ഈ ഭക്തിയിൽ? അതേപോലെ ശബരി ആരാണ്? ജഡായു ആരാണ്? അവരുടെ ഭക്തിയുടെ പ്രത്യേകത എന്താണ്? ഭക്തിക്ക് സ്ഥാനമാനങ്ങൾ വിഷയമല്ല എന്നല്ലേ കാണിച്ചു തരണത്? ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുമാതിരി വിശ്വാസം ജയിക്കുകയും യുക്തി തകർന്നു വീഴുകയും ചെയ്യുക ഭക്തിയിൽ മാത്രമുള്ള കാര്യമാണ്. വിശ്വാസം, ഞാൻ പണ്ടൊരു ജ്വല്ലറിക്ക് എഴുതിയ വരികയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. വിശ്വാസം ഉറച്ചു നിൽക്കുകയും യുക്തിയുടെ കോട്ടകളൊക്കെ തകർന്നു വീഴുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കടൽ കുറുകെ ചാടുന്നത് ഹനുമാൻ. വിശ്വാസം മാത്രം കൈമുതലാക്കിയിട്ടാണ് കടൽ ചാടുന്നത്. ഒരു സാധകന് എപ്പോഴും യുക്തി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ആ സാധകൻ വിശ്വാസത്തിനെ മുറുകെ പിടിച്ചിട്ട് പോകേണ്ടി വരും എന്ന് മനസ്സിലാക്കി തരുന്നു. ചിറ കെട്ടണു സമുദ്രത്തിൽ, യുക്തി വർക്കാവുമോ? വർക്കാവണമെന്നില്ല. രാമ എന്നുള്ള നാമം എഴുതി കല്ലിട്ടപ്പോഴാണ് അത്ര കല്ല് പൊന്തിക്കിടന്നതെന്ന് നമ്മൾ കഥയിൽ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ താഴ്ന്നു പോയിരുന്നു. അപ്പോൾ അതെന്താ വർക്ക് ചെയ്യണം? ഫെയ്ത്താ വർക്ക് ചെയ്യണം അല്ലേ? അതിൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ. കാരണം വിശ്വാസം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഉണ്ടോ ഇല്ലയോ? കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. അത് നോയിന് തുല്യമാണ്. ഈതർ യെസ് ഓർ നോ, ഇത് ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. കുറച്ചുണ്ട് എന്ന് പറഞ്ഞവൻ ഈ നോയിൻ്റെ സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്രകൃതി തട്ടിയിടും, ഒരു സംശയമില്ല. അങ്ങനെയുള്ളവൻ പ്രാർത്ഥിക്കുന്നത് ഒന്നും ഫലിക്കില്ല. അവൻ്റെ ജീവിത വീക്ഷണം തന്നെ അവനവനെക്കുറിച്ച് പോലും ഉറപ്പുണ്ടാവില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞ മാതിരി അവനവനെക്കുറിച്ച് വിശ്വാസമില്ലാത്തവനാണ് നാസ്തികെന്ന് ഞാൻ പറയുന്ന അദ്ദേഹം 100 കൊല്ലം മുമ്പ് പറഞ്ഞു. അല്ലാണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവനെയല്ല സ്വാമിജി നാസ്തികെന്ന് പറഞ്ഞത്. അതേപോലെ അനവധി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ. രാമനോടുള്ള സമർപ്പണം. ഇപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ സമയമല്ലേ ഇപ്പം എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ അല്ലേ? വളരെ എളുപ്പം. ക്യാപ്സ്യൂൾ വെള്ളം കുടിക്കുക, ഒരു ക്യാപ്സ്യൂൾ കഴിക്കുക, വെള്ളം കുടിക്കുക, അപ്പോൾ ഒരു സഹസ്രനാമം ചെല്ലിയ ഫലം കിട്ടിയെന്നാണ്. ഈ രാമനാമത്തിന് അതിൻ്റെ മഹിമയുണ്ടെന്നാണ് പറഞ്ഞത്. ഈ മുഴുവൻ നാമങ്ങളുടെയും മഹിമയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇത് ചെല്ലാനുള്ളതിൻ്റെ പകരത്തിനെന്ന് മഹാദേവൻ പറഞ്ഞു വെച്ചിട്ടില്ല. രാമനാമ അതായത് ആ തത്തുല്യം എന്ന് പറയുന്നത് അതിനു തുല്യം. കാരണം അത് ബ്രഹ്മശബ്ദമാണ്. രാമശബ്ദം ബ്രഹ്മശബ്ദം. ബ്രഹ്മം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദശരഥൻ തൻ്റെ മകനെ പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് തിരുവിലാമലയിൽ രാമനാമം ഞാൻ പറഞ്ഞത് യൂട്യൂബ് കിടപ്പുണ്ട്, വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. രാമനാമത്തിൻ്റെ
ഓരോരോരോരോ കൈവഴികൾ പോകുന്നത്. അതേപോലെ എന്താ പറയുക, കൃഷ്ണ ശബ്ദം, ആനന്ദം എന്നൊരർത്ഥം ഉണ്ടായിരുന്നു. കൃഷ്ണന് അനവധി അർത്ഥങ്ങളുണ്ട്. സ്വാമിജിയോടൊക്കെ ചോദിച്ചാൽ വിസ്തരിച്ച് പറഞ്ഞു തരും. നമ്മൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത അർത്ഥങ്ങൾ. അതിനൊരു ആനന്ദം എന്നൊരു ഭാവമുണ്ട്. അപ്പൊ ബ്രഹ്മവും ആനന്ദവും ചേർന്നിരുന്ന രാമനും കൃഷ്ണനുമായി. സാഖ്യയോഗം എന്ന് പറയും. സാഖ്യവും യോഗമാണ് ബലരാമനും കൃഷ്ണൻ എന്ന് പറയും. അതിന്റെ രൂപമാണെന്ന്. അല്ലാണ്ട് അവരൊരു വെളുത്ത ആളും ഒരു കറുത്ത ആളും അല്ല. ഒരച്ഛന് രണ്ടമ്മമാരിൽ ഉണ്ടായിട്ടുള്ള മക്കളും അല്ല. ഈ വിധത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതൊക്കെ ഓഹോ ആഹാ അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുന്ന സാധനങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. വെറുതെ 4 പേരുടെ അടുത്ത് സയൻസ് പറയാനും നമ്മുടെ ധർമ്മത്തിനെ കുറിച്ച് നമുക്ക് പോലും ഉള്ളിൽ ഉറപ്പില്ലാണ്ട് പുറമേ ഡംബ് പറയാനും, അങ്ങനെ ധർമ്മത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. അകത്താദ്യം ഉറപ്പുണ്ടാക്കാനാണ് ഇതൊക്കെ പഠിക്കണം. അതുകൊണ്ട് നിത്യേന ആ വായിക്കുന്ന 2 വരിയെങ്കിൽ 2 വരിയെ മനനം ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക, എഴുതുക. അന്നന്ന് പഠിക്കുന്ന വരികൾ എഴുതുക. എഴുതുമ്പോൾ ക്ലാരിറ്റി വരും, ശ്രദ്ധ വരും. അതിനു വേണ്ടിയിട്ട് പൂജാമുറിയിൽ ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ ചെയ്താൽ മതി. വെറുതെ ഒരു ധാരണയില്ലാണ്ട് ജപിക്കണേക്കാട്ടിലും നല്ലതാണ് ഈ ചെയ്യുന്നത്. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഓം വിശ്വം വിഷ്ണു എന്ന് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മ വരുമ്പോൾ സർവപ്രകരണായുധാന്നാ. അല്ലേ? അങ്ങനെയല്ലേ സഹസ്രനാമം വായിക്കല് പലരും. ഓം വിശ്വം വിഷ്ണു എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. പിന്നെ പോയി എവിടെയൊക്കെയോ പോയി തിരിച്ചു. സർവപ്രകരണായുധ കഴിഞ്ഞു. ആത്മയോനി സ്വയം ജാതം എന്ന് പറയുമ്പോൾ ഉണർച്ച വരും. ആ കഴിഞ്ഞു. അങ്ങനെ ജപിച്ചിട്ട് കാര്യമില്ല. ഇതകത്തേക്ക് കിട്ടണമെങ്കിൽ, മനസ്സിനെ അതിന് പാകപ്പെടുത്തണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതേമാതിരി തന്നെ വീടുകളിൽ കുട്ടികൾക്ക് അവർക്കൊരു 12 വയസ്സ് വരെ ഇത് നടക്കുകയുള്ളൂ. 12 വയസ്സ് കഴിഞ്ഞാൽ നടക്കില്ല. 10 വയസ്സത്. അതിന് മുമ്പ് പറഞ്ഞു കൊടുക്കാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർ അത് എടുത്തോണ്ട് പോകണോ ഇല്ലയോ, പ്രാക്ടിക്കൽ ആക്കണ്ടോ എന്നൊന്നും നോക്കണ്ട. അതവർക്ക് ഉപകരിക്കണ ഒരു പ്രായം വരും. അന്നിത് തന്നെ പുറത്തു വരും. കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്തില്ലെങ്കിൽ കാര്യമില്ല. ഒരു കുട്ടി സ്വമേധയാ ഇരുന്നിട്ട് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയോ ജപിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പ്രായത്തിൽ അതൊക്കെ ചെയ്യുക, പോയി കളിക്കുക എന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചു വിടരുത്. കാരണം അങ്ങനെ ചെയ്യുന്ന പല അച്ഛനമ്മമാരും കുട്ടികൾ ജപിക്കുക, അമ്പലത്തിൽ പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണവരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ഇനി ഇതേ കുട്ടി കഞ്ചാവ് അടിച്ച് നടക്കുമ്പോൾ ഗുരുവായൂർ പോയിട്ടും മൂകാംബിക പോയിട്ടും വഴിപാട് കഴിക്കുക, എൻ്റെ കുട്ടിക്ക് സൽബുദ്ധി കൊടുക്കണേ. ഈ കുട്ടി മര്യാദയ്ക്ക് ഇരുന്ന കാലത്ത് നശിപ്പിച്ചത് ഇവരാണ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സത്സംഗത്തിന് എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെയൊക്കെ പോവുക. കാരണം നമ്മൾ കണ്ടെത്തുന്ന അർത്ഥം പോലും ആയിരിക്കില്ല. സാധ്യതകൾ തുറന്നു വയ്ക്കുക. ഒരിക്കലും ഒരാശയം കേൾക്കുമ്പോൾ മറ്റേയാൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് ചിന്തിക്കരുത്. അതിനടുത്ത് അവിടെ ഇട്ടിട്ട് വേണം വരാൻ. തുറന്ന മനസ്സോട് കൂടിയിട്ട് എടുക്കുക. എന്തും എടുത്തുകൊണ്ടിരിക്കുക. അതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അറിയും. അതുകൊണ്ട് നിത്യേന 2 വരി വെച്ചിട്ട് സിമ്പിൾ മലയാളത്തിലാണ്, നമുക്ക് മനസ്സിലാക്കാവുന്ന മലയാളത്തിലാണ് എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുള്ളത്. എത്രയോ നല്ല ഇതിൻ്റെ ലളിത വ്യാഖ്യാനങ്ങളും ഉണ്ട് കിട്ടാവുന്നത്. അത് വായിച്ചു തുടങ്ങുക, പഠിക്കുക. അങ്ങനെ പടിയായിട്ട് കയറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാമായണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കാവാനുള്ളതല്ല. രാമായണം എന്ന് പറഞ്ഞാൽ നമുക്ക് കടന്നു ചെല്ലാനുള്ളതാണ്, നമുക്ക് ചോദ്യം ചെയ്യാനുള്ളതാണ്, നമുക്ക് മനനം ചെയ്യാനുള്ളതാണ്. രാമായണം നമുക്ക് ജീവിക്കാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ അപ്രോച്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാടിളക്കി വിട്ടതാണ്. സത്യം പറഞ്ഞാൽ അങ്ങയുടെയൊക്കെ മുന്നിൽ ഇതൊക്കെ പറയേണ്ടി വരുമെന്നുള്ളത് എനിക്ക് സത്യം ഭയങ്കര വിഷമമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെ എനിക്ക് അത്രയും അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ആ തലത്തിലേക്ക് നമുക്കൊക്കെ എത്താൻ സാധിക്കണമെങ്കിൽ, ഒരു കുട്ടിക്കെങ്കിലും അത് പറഞ്ഞു കൊടുത്ത് ഈ ദീപം കെടാതെ വെക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ലളിതമായിട്ട് ഇതൊക്കെ ചെയ്യണം. ഇത് എന്തിനു വേണ്ടി ചെയ്യണം എന്ന് ചോദിച്ചാൽ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അവനവന് വേണ്ടിയിട്ട്. ഒരിക്കലും ഈ ഗ്രന്ഥം തൊടുന്നത് ഇന്ന ആളുടെ ശ്രേയസിന് വേണ്ടി, മകന് ജോലി കിട്ടാൻ, അവിടെ കടം മാറാൻ, അങ്ങനെ ഒന്നും ചിന്തിക്കണം. നമ്മുടെ അകത്തൊരു സമ്പുഷ്ടീകരണം നടക്കലുണ്ട്. നമ്മുടെ ഉള്ളിലൊരു ഉണർച്ച ഉണ്ടാവാനുണ്ട്. അതുണ്ടായാൽ
നമുക്ക് ഈ ജീവിതത്തിൽ ഈ ബാക്കി പുറത്തുള്ള സകല പ്രതിസന്ധിയും അഭിമുഖീകരിക്കാനും അതിനെ മറികടക്കാനുള്ള ശക്തി മാർഗമൊക്കെ തന്നെ തെളിഞ്ഞു വരും. അതുകൊണ്ട് ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു മാർഗം ഞാൻ ഈ പറഞ്ഞു തന്നതിനും വിപുലീകരിക്കാം. ഇതേ അല്ലാതെ നിങ്ങളുടേതായിട്ടൊരു മാർഗം കണ്ടെത്താം. അതുകൊണ്ട് തുറന്ന മനസ്സോട് കൂടിയിട്ട് സമീപിക്കുക, വായിക്കുക, ആഗിരണം ചെയ്യുക, അസിമുലേറ്റ് ചെയ്യുക. ആ ദിവസാന്ത്യത്തിൽ ഞാൻ രാവിലെ വായിച്ചതിൻ്റെ എന്തെങ്കിലും ഞാനിന്ന് കൊണ്ടുപോകുന്നുണ്ടോ നാളേക്ക് എന്ന് ചിന്തിക്കുക. നിങ്ങളെല്ലാവരെയും ആ ജഗദീശ്വരി മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ ഈ ദേശത്തിനെയും ക്ഷേത്രത്തെയൊക്കെ ആ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിട്ട് തീരട്ടെ. ആ ശ്രീരാമചന്ദ്ര സ്വാമി, സീതാസമേതനായിട്ടുള്ള ആ ഭഗവാൻ, ഹനുമാൻ സ്വാമി എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ഈ ചെറിയ പ്രഭാഷണത്തിനെ ദേവരക്കാവിലെ അമ്മയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണ്. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊന്നുഗുരുവായൂരപ്പൻ പറഞ്ഞു തന്നിട്ടുള്ളത് മാത്രമാണ്. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ സർവേശ്വരി.